ഞാൻ വന്നോ? വന്നില്ലല്ലോ. ഇല്ല, വന്നിട്ടില്ല. എല്ലാവരും വർക്കൊക്കെ ചെയ്ത് തുടങ്ങിയോ? ചെയ്യാൻ തുടങ്ങിയില്ല. നിങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയോ? കുറേശ്ശെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടോ? ഉണ്ടല്ലോ. ഇല്ല, ഇതുവരെ ഞാൻ ഇല്ല കേട്ടോ. അറിഞ്ഞായിരുന്നോ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയ കാര്യം? കുറെ പേരുണ്ട്, ഒരു 10-55 പേരുണ്ട്. ഞാനുണ്ട് കേട്ടോ, ഞാൻ ഉൾപ്പെടെ ഒരു 10-55 പേരുണ്ട്. പുതിയതായിട്ട് കൂടിയതാണോ? അല്ലല്ലോ. ഇല്ല, കുറച്ച് ദിവസം മുന്നേ ഒരു ഗ്രൂപ്പ് തുടങ്ങിയില്ലായിരുന്നു, അതിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇല്ലടാ, അതിനകത്ത് ഞങ്ങളൊന്നും സ്റ്റുഡൻസിനായിട്ടുള്ള ഗ്രൂപ്പ് അല്ലേ? അതിലൊന്ന് ആഡ് ചെയ്യോ? ഇല്ല, എന്നെയും ആഡ് ചെയ്തിട്ടില്ല കേട്ടാ. അതില് എല്ലാവരും സ്റ്റുഡൻസിനായിട്ട് ഗ്രൂപ്പ് ഉണ്ടോ വേറെ? അത് നമ്മളിൽ കുറച്ച് പേര് ചെയ്തതാണ് വാട്സപ്പ് ഗ്രൂപ്പ്. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ, ക്ലാസ്സിന്റെ അതല്ലാത്ത ഡൗട്ട്സ് ഒക്കെ. ഒരു ദിവസം ലിങ്ക് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അക്കാദമിയുടെ എന്തോ ഒരു അനൗൺസ്മെന്റ് വന്നതില്. അങ്ങനെയാണ് ഞാൻ കേറിയത്. അത് ക്രിയേറ്റ് ചെയ്തതെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യാവോ? ലിങ്ക് ഞാൻ നോക്കട്ടെ. ഫെസിലിറ്റേറ്റർ. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. അതല്ലെങ്കിൽ അഡ്മിന്റെ Good നമ്പർ ഒന്ന് evening, ഗ്രൂപ്പിലിടോ. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട്, ഗുഡ് ഞാൻ ഈവനിങ് മാം. ഒന്നും പറയും. ഗുഡ് ഈവനിങ്. Good evening. ഗുഡ് ഈവനിങ് മാം. പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്തോ. ഞാൻ അപ്പോഴേക്കും ആ ഫയൽ ഒന്ന് ഷെയർ ചെയ്യട്ടെ കേട്ടോ. ഗ്രൂപ്പിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനും നല്ല ഒക്കെ ആയിട്ട്. കാര്യം. അപ്പൊ അതില് 55 പേര് ഇപ്പൊ ഉള്ളൂ. അപ്പൊ ഇവരിൽ ആർക്കെങ്കിലും കേറാൻ താല്പര്യം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഒരു കാര്യം ചെയ്യാം, ഗ്രൂപ്പിന്റെ അഡ്മിന്റെ ആരുടെയെങ്കിലും ഒരു നമ്പർ ഷെയർ ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ളവർ ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതിയല്ലോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലിങ്ക് ഇട്ടിട്ടുണ്ട് മാം. ഷെയർ ഓക്കെ ഓക്കെ. മാം, നമ്മുടെ ഈ ചാറ്റ് ബോക്സിൽ തന്നെ ആവശ്യമുള്ള ഒരു നമ്പർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്മിൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നാലും മതി. അല്ലെങ്കിൽ അഡ്മിന്റെ നമ്പർ ഷെയർ ചെയ്താൽ അവരത് നോട്ട് ചെയ്ത് ക്ലാസ് കഴിയുമ്പോഴേക്കും അതിലേക്ക് ഒരു റിക്വസ്റ്റ് ഒക്കെ വിട്ട് കഴിഞ്ഞ് പെട്ടെന്ന് കഴിയും. എല്ലാ അംഗങ്ങളും അതിൽ അഡ്മിൻ ആണ്. ആരുടെയെങ്കിലും ഒരു നമ്പർ ഒന്ന് കൊടുത്താൽ മതി. മാം, എന്തോ ഞാൻ ഇപ്പോഴാണ് കയറിയത് ക്ലാസ്സിൽ. ഒന്നുകൂടി പറയാമോ ഇപ്പൊ പറഞ്ഞ കാര്യം എന്താന്ന്? ഞാൻ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നേ, നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ കാര്യം നിങ്ങളുടെ ബാക്കിയുള്ള ക്ലാസ്മേറ്റ്സ് പറയുമായിരുന്നു. മാം, എല്ലാവർക്കും ഒരു സംശയമുണ്ട് കേട്ടോ. കാരണം നമ്മൾ 100 പേജുള്ള റെക്കോർഡ് ബുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും ഹാൻഡ് റൈറ്റിംഗ് ഒരേപോലെ ആയിരിക്കത്തില്ലല്ലോ. അപ്പം നമ്മൾ 200 പേജിന്റെ വാങ്ങണോ അതോ അതിൽ കുറച്ച് വാങ്ങിച്ചാൽ മതി? എല്ലാവരുടെയും കോമൺ ഡൗട്ടായിരുന്നു അത്. അത് ഞാൻ ഇന്ന് പറയണമെന്ന് വിചാരിച്ചായിരുന്നു. ഞാൻ ഈ 100 പേജ് എന്ന് പറഞ്ഞതേ, പേജ് കൂടുമ്പോൾ റേറ്റ് കൂടുന്നത് ഒരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഏറ്റവും ലീസ്റ്റ് പേജ് പറഞ്ഞത്. ഇനി അഥവാ 2 ആക്ടിവിറ്റിയെ കൂടുതൽ വരുന്നെങ്കിൽ ആ ഒരു സൈസിൽ ഒരു പേപ്പർ, ആ സൈസ് പേപ്പർ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും കുഴപ്പമില്ല, A4 പേപ്പർ അതിനകത്ത് പേസ്റ്റ് ചെയ്താൽ മതി, ലാസ്റ്റ് 2 പേജസ് ഒക്കെയാ വേണ്ടി വരികയാണെങ്കിൽ. പിന്നെ വേറൊരു സജഷനും കൂടെ എനിക്ക് പറയാനുള്ളത്, പേജ് കൂടുതലുള്ള റെക്കോർഡ് നിങ്ങൾ വാങ്ങിച്ചു, നിങ്ങൾക്ക് സെൽഫായിട്ട് പലതും അതിലേക്ക് ആഡ് ചെയ്ത് എഴുതാം.
ഇത് നല്ലതായിരിക്കും അതിനകത്ത് ചെയ്താൽ എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ സീനിയർ ബാച്ചിന് ഞാൻ ആക്ടിവിറ്റി ഫസ്റ്റ് റെക്കോർഡ് റൈറ്റിങ്ങിന് കൊടുത്തപ്പോൾ അതിനകത്ത് കൂടുതലും പിക്ചർ പേസ്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റി ആയിരുന്നു. അപ്പൊ എന്താ പറയാ, അനിമൽസ്, അത് ഡൊമസ്റ്റിക് അനിമൽസ്, വൈൽഡ് അനിമൽസ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു, ഫിഷസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ വന്നപ്പോ അവരിങ്ങോട്ട് സജസ്റ്റ് ചെയ്തു, മാം വാട്ടർ അനിമൽസ് സെപ്പറേറ്റ് ചെയ്തിട്ടെ, അങ്ങനെ അവരുടെ ഭാഗത്തുനിന്ന് കുറെ സജഷൻ വന്നു. അപ്പൊ അങ്ങനെ എന്നോട് ചോദിക്കണമെന്നില്ല, ഞാൻ പറയുന്ന കൂടാതെ എക്സ്ട്രാ എന്തെങ്കിലും കൂടെ ചേർത്താൽ നന്നായിരിക്കുന്നു തോന്നുവാണെങ്കിൽ ചേർക്കാം. അപ്പൊ പേജസ് ഒത്തിരി ബാക്കി ലെഫ്റ്റ് ആയിട്ട് ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത് നമുക്ക് ഒഴിവാക്കാമല്ലോ. പേജസ് കൂടുന്തോറും അതിന്റെ റേറ്റിൽ 5 എണ്ണം നമുക്ക് വേണമല്ലോ, റേറ്റില് വ്യത്യാസം വന്നെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമുക്ക് റെക്കോർഡിൽ സാധാരണ റൈറ്റ് സൈഡ് ലൈൻ ഇട്ടതും സാധാരണ ഇപ്പൊ എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല, ലെഫ്റ്റ് സൈഡ് പ്ലെയിൻ ആയിരിക്കും സാധാരണ. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഒരു പിക്ചർ ഒട്ടിക്കുവാണെങ്കിൽ റൈറ്റ് സൈഡിൽ അതിന്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് സാധാരണ റെക്കോർഡിൽ അല്ലെ, നമ്മൾ കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. നമ്മൾ ഡയഗ്രാം ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കുന്നു, അതിന്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും റൈറ്റ്. അത് നിങ്ങൾക്ക് തീരുമാനിക്കാം, അതൊരു പ്രശ്നമില്ല. എത്ര പേജിന്റെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് പോരാ, അത്രയും ഉള്ളത് കൊണ്ടാണ് ഞാൻ കൂടുതൽ കോസ്റ്റ്ലി ആവാതിരിക്കാൻ വേണ്ടി പറഞ്ഞത്. ഓക്കെ, അത് മാത്രമല്ല വേറൊരു കാര്യം പറയാനുണ്ട്. എന്നുവെച്ചാൽ നമുക്കിപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റുഡൻസിന് തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് തുടങ്ങിയത് ആരായാലും അവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം എന്ന് വെച്ചാൽ കുറേ സംശയങ്ങൾ ഗ്രൂപ്പിലൂടെ തന്നെ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ മിസ്സിൻ്റെ അടുത്ത് ചോദിക്കുന്ന എന്ന് വെച്ചാൽ എത്രയും പേർക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മാമിൻ്റെ അടുത്ത് ചോദിക്കാൻ നമ്മൾ ആവശ്യപ്പെടുത്തുള്ളൂ. അപ്പോൾ സമയം എത്രത്തോളം കിട്ടുമല്ലോ. കാരണം പലപ്പോഴും നിങ്ങളുടെ മെസ്സേജുകൾക്ക് എനിക്ക് ടൈംലി റെസ്പോണ്ട് ചെയ്യാൻ പറ്റാറില്ല. അത് എനിക്ക് വിഷമമുണ്ട്. കാരണം കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യും. ഇത് നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ആയി അങ്ങനെ പോകുമ്പോഴേക്കും ആ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ഞാൻ ഓർക്കും, അയ്യോ ഇത്ര മുമ്പ് അയച്ച മെസ്സേജ് ഞാൻ ഇപ്പോഴാണല്ലോ കണ്ടേന്നൊക്കെ വിചാരിക്കും. പിന്നെ എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ആദ്യമായിട്ട് അയക്കുന്ന ഒരു പേരും കൂടെ ഒന്ന് പറയണേ, എന്നാലും എനിക്ക് സേവ് ചെയ്തിടാൻ പറ്റും. അതുകൊണ്ടാണേ. അപ്പം ഇന്ന് ആരാ പ്രേയർന്നൊന്നും ചോദിക്കാൻ പറ്റിയില്ല. കാരണം ഇന്നലത്തെ ആ ഒരു എന്താ പറയാ, സിസ്റ്റത്തിന്റെ ഇഷ്യൂ ഒക്കെ കാരണം ആകെ പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ ആരെങ്കിലും റെഡി ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ. സിജി റെഡിയാണോ? അതെ മാം. Can I start? Start ചെയ്യല്ലേ മാം? When I wake up in the morning, the sun shines. When I go to sleep, the moon shines. And I think, why don't I shine the whole day? When I have a beautiful day, when I have a precious time, when I have a valuable life, gifted to me by my Almighty. Let me shine more and more brightly, making my fellows around me happy always. Thank you. ഓക്കെ, നിങ്ങളുടെ നമ്പറൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ ശ്രദ്ധിച്ച് നോട്ട് ചെയ്തോളൂ. കാരണം നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ആകുമ്പോഴേക്കും എല്ലാ മെസ്സേജും പോവുമല്ലോ. പിന്നെ റെക്കോർഡ് എഴുതാൻ ഞാൻ തുടങ്ങണ കാര്യം ഒരു ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞിട്ടില്ല. അത് നെക്സ്റ്റ് വീക്കിൽ ഞാൻ പറഞ്ഞത് നമ്മളുടെ എല്ലാവരും ഒരു റെക്കോർഡെങ്കിലും വാങ്ങിയെന്ന് ഉറപ്പ് വന്നതിന് ശേഷം തരാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ കുറച്ച് പേര് എഴുതാൻ തുടങ്ങില്ല, കുറച്ച് പേര് എഴുതും. അങ്ങനെ എല്ലാവരും റെക്കോർഡ് വാങ്ങി എന്നുള്ളത് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങളൊന്ന് കൺഫേം ചെയ്തിട്ട് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതേണ്ട ഡീറ്റെയിൽസ് തരാം. ഓക്കെ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ പറ്റിയതുപോലെ ആവും. അവസാന നിമിഷം 5 റെക്കോർഡും കൂടെ എഴുതി തീർക്കാൻ ഞങ്ങൾ കഷ്ടപ്പെട്ടു. 5 റെക്കോർഡ് മാത്രമല്ല, 5 അസൈൻമെന്റ് ബുക്ക് ഉണ്ടായിരുന്നു. ആ അസൈൻമെന്റ് ഒഴിവാക്കിയാണ് നിങ്ങൾക്ക് അത് ആക്ടിവിറ്റി ആയിട്ട് തരുന്നത്. അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ തന്നെത്താനെ ചെയ്യേണ്ട വരും, സപ്പോർട്ട് ഒന്നും കിട്ടില്ല. അപ്പൊ ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ആക്ടിവിറ്റീസ് ആയിട്ട് തരുന്നത്. ഓക്കെ, പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ഡെമോ ചെയ്യാമോ എന്ന് ഒരാൾ ചോദിച്ചിരുന്നു.
ഓക്കെ, ഇപ്പൊ ഇതുവരെയും തന്ന ആക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതായിട്ട് ഒന്നും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കൂടുതലും മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റി വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ഡെമോ അങ്ങനെ എന്തെങ്കിലും ഒരു മോഡൽ ഉണ്ടാക്കി വെക്കാറുണ്ട്. ഞാൻ ചെയ്തതൊക്കെ എന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ അത് ചെയ്യാം. ഏതെങ്കിലും ആക്ടിവിറ്റിയിൽ ബുദ്ധിമുട്ട് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ വീക്കിൽ തന്നെ ക്ലിയർ ചെയ്തൊന്ന് പോകണം കേട്ടോ. പിന്നെ സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാനത് അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അറിയിച്ചിട്ടുണ്ട്. അതെല്ലാം എല്ലാവരും അത് എന്താന്ന് വെച്ചാൽ അവർ ചെയ്തു തരും. കാരണം ടെക്നിക്കൽ സൈഡിൽ നിന്ന് ഞാനല്ല ഒന്നും ചെയ്യുന്നത്. ക്ലാസ് റൂം ആക്സസും എനിക്കില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യുന്നതിന്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാനിത് അസൈൻമെന്റും ആക്ടിവിറ്റിയും കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ റെക്കോർഡ് പറയുമ്പോൾ തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ട് വരും. കാര്യം എനിക്കറിയാം, ജോലിക്കാരും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ഉള്ളവരാണ്. വിട്ടുവിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. വിട്ടുവിട്ടാണ് സംസാരിക്കുന്നത്. കേൾക്കുന്നില്ല. പക്ഷെ ഞാൻ ലാപ്ടോപ്പ് മാറ്റി വേറെ ലാപ്ടോപ്പിൽ ഒരു ക്ലാസ് എടുത്തു നോക്കി ക്ലിയർ ആയി കേൾക്കാമെന്ന് വരുന്നുണ്ടല്ലോ. കേൾക്കാറാണ് മാം. ക്ലിയർ ആണ് മാം. എന്നാണ് ആദ്യമായിട്ട് ജോയിൻ ചെയ്തത്. ഷെറിൻ റെക്കോർഡ് ക്ലാസ്സസ് കേട്ടിരുന്നോ? ആദ്യമായിട്ട് ജോയിൻ ചെയ്ത ഒരാളുണ്ട്. ഓക്കെ, ഞാൻ റെക്കോർഡ് ക്ലാസ് കേട്ടിട്ട് വരണല്ലോ. ഓക്കെ. അപ്പൊ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിൽ വേഗം ആഡ് ആയിട്ടുണ്ടെങ്കിൽ ചോദിക്കാം കാര്യങ്ങള്. എന്നെ വിളിച്ചാലും മതി. എന്റെ നമ്പർ ഉണ്ടോ കയ്യില്? ഇല്ല. ഞാൻ എന്റെ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്യാം, അത് നോട്ട് ചെയ്തോളൂ കേട്ടോ. മാമിന്റെ പേര് ജിഷാന്നല്ലേ? അതെ അതെ. ഞാൻ മെസ്സേജ് പിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്പർ വേണ്ടവര് കിട്ടാത്തവരെടുത്തോളൂ. ഓക്കെ, എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ എവിടെ വരെയായി? ഇൻസൈഡ് ദ സ്കൂൾ പറഞ്ഞിരുന്നോ? ഓക്കെ. ഇനി പേഴ്സണൽ ഹൈജീൻ ആണ്. ഇതൊക്കെ കഴിഞ്ഞു. പേഴ്സണൽ ഹൈജീൻ ആണ് ഇനി. വേരിയസ് ഏജൻസീസ് ഫോർ ഇംപ്രൂവിംഗ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ അതോട്ടാ മാം. ഒരു ബുക്സിന്റെ ഒക്കെ പോയിന്റ് ഇല്ലേ? ഇതല്ലേ? അതന്നെ. ടീച്ചർ ഒന്നും മനസ്സിലാവുന്നില്ല. വിട്ടുവിട്ടാ കേൾക്കാൻ പറ്റുന്നേ ഇല്ല. സൗമ്യക്ക് ഒട്ടും കേൾക്കുന്നില്ലെന്നാ പറയുന്നേ. അല്ലെങ്കിൽ റീജോയിൻ ചെയ്താലും മതി. ഇരിക്കുന്ന സ്ഥലം ഒന്ന് മാറി മൊബൈലിലാണെങ്കിൽ ആ റേഞ്ച് കാണിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അത് കറക്റ്റ് ഫുൾ റേഞ്ച് കാണിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ. ഷെറിന് പുതിയതായിരിക്കും കാണുന്ന കാര്യങ്ങൾ. നമ്മള് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ്സ് ഷെറിന് ഒരു ഇൻട്രോ കൊടുത്തേക്കാം. സൗമ്യ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. അപ്പോ നമ്മള് ഹെൽത്തിനെ കുറിച്ചാണ് സ്റ്റാർട്ടിങ് തുടങ്ങിയത്. ഒരു യൂണിറ്റ് കഴിഞ്ഞു. അതിനകത്ത് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മള് ഹെൽത്ത് ആൻഡ് ഹൈജീൻ, അതിന്റെ ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് സ്കൂളില്, പ്രത്യേകിച്ച് പ്രീ പ്രൈമറി ലെവലില് നമ്മുടെ 4 to 6 ആ ഒരു ഏജിൽ വരുമ്പോൾ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസും ഹെൽത്ത് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസും ആ ഒരു ഏജിൽ നമ്മൾ കുട്ടികളെ ഹെൽത്തി ഹാബിറ്റ്സ് പഠിപ്പിച്ചാൽ ത്രൂ ഔട്ട് ദെയർ ലൈഫ് അവരത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അവരുടെ പേഴ്സണാലിറ്റിയിൽ അത് നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ആയിരിക്കും അല്ലെ. ഹെൽത്തി ഹാബിറ്റ്സ് എല്ലാം നമുക്കറിയാം. രാവിലെയും വൈകിട്ടും ബ്രഷ് ചെയ്യണം, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ശേഷവും നല്ലതുപോലെ കൈ കഴുകണം. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, കളിക്കാൻ പോയിട്ട് വന്നാലും പുറത്ത് പോയിട്ട് വന്നാലും നമ്മൾ പേഴ്സണൽ ഹൈജീൻ ഉറപ്പാക്കണം. നമ്മളുടെ ബോഡി വാഷ് അതിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന റെഗുലർ ഹാബിറ്റ്സ് കുട്ടികളെ, പിന്നെ ടോയ്ലറ്റ് ട്രെയിനിങ് അത് നല്ല രീതിയിൽ ചെറുപ്പത്തിൽ തുടങ്ങിയിട്ട് അത് ട്രെയിൻ ചെയ്യണം. റെഗുലർ ടോയ്ലറ്റ് ഹാബിറ്റ്സ് അവർക്ക്, അല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ ഒക്കെ അതൊരു ബുദ്ധിമുട്ടാവും. ആ മോർണിംഗ് തന്നെ എല്ലാം കറക്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും. അതെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി
ഹെൽത്ത് എഡ്യൂക്കേഷൻ അങ്ങനെ സ്കൂളുകളിൽ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പല രീതിയിൽ കൊടുക്കാറുണ്ട്. ത്രൂ ആക്ടിവിറ്റീസ് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ചില വീഡിയോസിലൂടെ കൊടുക്കും. ചില ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് സഹകരിച്ച് അവര് വന്ന് ക്ലാസ്സസ് എടുക്കും. അങ്ങനെ പല രീതിയിലും. അപ്പൊ വേരിയസ് ഏജൻസീസ് ഉണ്ട് ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ചില ബുക്സ് അവൈലബിൾ ആണ്. ഇത് ചിൽഡ്രൻസ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സൗമ്യ ജോയിൻ ആയോ? ചിൽഡ്രൻസ് ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഫസ്റ്റ് ക്രൈ ഇന്ത്യ, അവരുടെ കുറേ ബുക്സ് ഉണ്ട്. കുട്ടികളുടെ ഹെൽത്ത് എഡ്യൂക്കേഷന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഫസ്റ്റ് ക്രൈ ഇന്ത്യ ഇറക്കുന്ന കുറെ ബുക്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹൈജീൻ അതെല്ലാം കാണിക്കുന്ന ചാർട്ടുകളും പോസ്റ്റേഴ്സും അവൈലബിൾ ആണ്. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നമ്മൾ കാണാറില്ലേ കോവിഡ് സമയത്ത് ഹാൻഡ് വാഷിംഗ് ടെക്നിക്സ്. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഹാൻഡ് വാഷിംഗ് ടെക്നിക്സിന്റെ ഇത് കണ്ടു. പിന്നെ സാനിറ്റൈസർ യൂസ് ചെയ്ത് കൈ എങ്ങനെ റബ് ചെയ്യാം അങ്ങനെയുള്ള പോസ്റ്റേഴ്സ്. എന്തോ മാം ഹാൻഡ് വാഷിംഗ് ടെക്നിക്കിന്റെ സബ്മിറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഇല്ല മാം. ഓപ്ഷൻ ഇല്ല അല്ലെ? അതെന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ ആക്ടിവിറ്റി കൊടുത്തിട്ട് അതിന്റെ കൂടെ അത് സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ടെക്നിക്കൽ സൈഡിൽ നിന്ന് അത് ഷെയർ ചെയ്യാൻ മാത്രം എങ്ങാണ്ടേ ചെയ്തുള്ളൂ. അവരെന്തോ വിട്ടുപോയി സബ്മിറ്റ് അത് കറക്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്നെ ആരോ എനിക്ക് മെസ്സേജ് അയച്ചു അങ്ങനെ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ അവിടെ ഇൻഫോം ചെയ്തപ്പോൾ അവരത് കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടേ. നെക്സ്റ്റ് വീക്കിൽ അത് ശരിയാവുമായിരിക്കും. പിന്നെ ഹാൻഡ് വാഷിംഗ് ടെക്നിക്കില്ലേ അതിന്റെ മാം തന്നേക്കണില്ലേ ഒരു പിക്ചർ, അത് തന്നെ പ്രിന്റ് ഔട്ട് എടുത്ത് പേസ്റ്റ് ചെയ്താൽ മതിയോ? എന്നാലും മതി. പക്ഷെ എന്നാലും അങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും സന്തോഷം കിട്ടുമോ? അല്ല എനിക്ക് അതൊന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് മനസ്സിലായില്ല. എനിക്ക് അങ്ങനെ മനസ്സിലായത്. ഞാൻ അത് നിങ്ങൾക്കൊരു മോഡൽ തന്നതാ. അത് ചെയ്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ തന്നെ അത് നോക്കിയിട്ട് കുറച്ചുകൂടെ നല്ലതായിട്ട് നമുക്ക് ഏതെങ്കിലും കിട്ടുവാണെങ്കിൽ അത്, അല്ലെങ്കിൽ വരയ്ക്കാൻ അറിയുന്നവരുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്, വരയ്ക്കാം. ചെറിയ ക്ലാസ്സിലെ കുട്ടികളുണ്ടെങ്കിൽ എന്തോ എന്തോ എനിക്ക് ക്ലിയർ ആയില്ല. അതെ ഞാൻ ചോദിച്ചത് പടമില്ലേ ഹാൻഡ് ടെക്നിക്സിന്റെ പടം മാം അയച്ചത്. അപ്പൊ നമുക്ക് അത് ഒട്ടിച്ചിട്ട് ജസ്റ്റ് ഒട്ടിച്ചാൽ മതിയോ? അത് അതിനെ കുറിച്ച് എന്തെങ്കിലും പോയിന്റുകൾ നമ്മൾ എന്തെങ്കിലും എഴുതണോ? അത് ഒന്നും വേണ്ട. നമ്മൾ ചാർട്ടില് പോയിന്റ്സ് നമുക്ക് അധികം ഒന്നും വേണ്ട. കാരണം വെച്ചാൽ അത് കാണുമ്പോൾ തന്നെ ക്ലിയർ ആ അല്ലെ? ആ വിഷ്വൽ ആ ഇമ്പാക്ട് ശരിക്കും കുട്ടികളിലേക്കായാലും പ്രായമായവരേക്കായാലും ഒരുപോലെ നല്ല രീതിയിൽ തന്നെ അത് അവരിലേക്ക് ഇറങ്ങും. ആ ഹെഡിങ് വേണം കേട്ടോ. ഹാൻഡ് വാഷിംഗ് ടെക്നിക്സിന് ഹെഡിങ് വേണം. പിന്നെ നമ്പർ, സീരിയൽ നമ്പർ കറക്റ്റ് ആയിരിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാണ്, അല്ലെങ്കിൽ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. മനസ്സിലായില്ലേ? അതിനെന്തെങ്കിലും കുറച്ചുകൂടെ അത് കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആവുന്ന രീതിയിൽ സ്റ്റെപ്പ് 1 ഉള്ളത് നല്ല ഫ്ലൂറസെന്റ് ഇത് വെച്ചിട്ട് കളർ ചെയ്യോ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണോ അത് ക്യാച്ച് ചെയ്യുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റും. സ്റ്റെപ്പ് 1 ഒക്കെ ചെറുതായിട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആവില്ല. അപ്പൊ സ്റ്റെപ്പ് 1 എന്ന് കാണുമ്പോൾ ആൾക്കാർ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയിട്ട് സ്റ്റെപ്പ് 2ലേക്ക് അത് തന്നെ ഡ്രോ ചെയ്താലും പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ എനിക്ക് ഹെൽത്ത് ഫിസിക്കൽ ഫിറ്റ്നസ് വെൽനസ് അതിന്റെ ചാർട്ട് പറഞ്ഞത് എനിക്ക് ആരോ പെൻസിൽ കൊണ്ട് വരച്ചത് മതിയോ എന്ന് ചോദിച്ചു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നല്ല രസമുണ്ടായിരുന്നു. ഒരു ശരിക്കും ആലോചിച്ച് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ട് വരച്ച പോലെ എനിക്ക് തോന്നിയിരുന്നു. ആരാന്ന് മറന്നുപോയി, തീരെ നോക്കാൻ സമയമില്ല. ഓക്കെ, ആരെങ്കിലും ആളിവിടെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു അത്. പിന്നെ അടുത്ത ചാർട്ടും പോസ്റ്റേഴ്സിന്റെ കാര്യം പറഞ്ഞു. പ്രധാനമായിട്ടും ഹെൽത്ത് റിലേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമ്മളിത് കാണാറുണ്ട്. ഹോസ്പിറ്റലുകള്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, പ്രൈമറി ഹെൽത്ത് സെന്റർ, ഇവിടെയൊക്കെ പോകുമ്പോൾ പല ചാർട്ടുകളും ഇതുപോലെ കാണാറുണ്ട്. ചാർട്ട് ഇൻക്ലൂഡിങ് ദ റൂൾസ് ഓഫ് ഹെൽത്തി ലിവിങ്. ഹെൽത്തി ആയിട്ട് നമ്മളുടെ ഒരു അസൈൻമെന്റ് തന്നെ അതായിരുന്നു, ഹെൽത്തി ആയിട്ടുള്ള സ്റ്റെപ്സ് എന്തായിരുന്നു എന്നുള്ളത്. അപ്പൊ അത് കാണിക്കുന്ന ചാർട്ടുകളും അവൈലബിൾ ആയിരിക്കും. നമ്മൾ ഈ അംഗൻവാടികളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ടീച്ചർമാർക്ക് ചിലപ്പോൾ ചില ആക്ടിവിറ്റീസ് അവരുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടുണ്ടാവും. അപ്പൊ അവർ ഇതുപോലുള്ള ചാർട്ടുകളൊക്കെ അവിടെ സൂക്ഷിച്ചിരിക്കുന്നതാണ്. പിന്നെ ഫീച്ചർ ഫിലിം, റേഡിയോ പ്രോഗ്രാംസ് എക്സെട്ര. റേഡിയോയിൽ ആരോഗ്യ രംഗെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചില പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവാറില്ലേ ചില സമയത്ത്. ഡോക്ടറോട് സംസാരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകാറില്ലേ. അപ്പൊ അതെല്ലാം റേഡിയോ പ്രോഗ്രാംസ് അതൊക്കെ. അപ്പൊ നിങ്ങൾ ഇതിൽ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ നമ്മളുടെ ബുക്സ് ആരോഗ്യവും അങ്ങനെ പറഞ്ഞിട്ടൊരു മാഗസിൻ നമുക്ക് അവൈലബിൾ അല്ലേ?
ഈ 4 പോയിന്റ്സ്, 4 പോയിന്റ്സിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള ബുക്സിന്റെ പേര് കണ്ടുപിടിക്കുക. കണ്ടന്റ് അല്ല ഞാൻ പറയുന്നത്, അങ്ങനെ പേര്. ഇപ്പൊ ആരോഗ്യം എന്ന് നിങ്ങൾ പറഞ്ഞതുണ്ട്. അതുപോലെ ഇങ്ങനെ ഹെൽത്ത് റിലേറ്റഡ് ഡീറ്റെയിൽസ് കിട്ടുന്ന ബുക്കുകൾ ഏതൊക്കെയാന്ന് കണ്ടുപിടിക്കുക. പിന്നെ അതുപോലെ അത് റിലേറ്റഡ് റേഡിയോ പ്രോഗ്രാംസിന്റെ പേര് കണ്ടുപിടിക്കുക. പിന്നെ ഫീച്ചർ ഫിലിം, ഹെൽത്ത് റിലേറ്റഡ് മൂവി. ഈ ക്ലാസ്സിലാണോ ഞാൻ പറഞ്ഞത് പ്രൈം മിനിസ്റ്റർക്ക് ഒരു കത്ത് എഴുതിയ കൊച്ചിന്റെ കാര്യം? ആരൊക്കെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള മൂവീസിന്റെ പേര് കണ്ടുപിടിക്കുക. അപ്പൊ അതൊരു ചെറിയൊരു സബ്മിറ്റ് ചെയ്യേണ്ടതല്ല, ചെറിയൊരു ആക്ടിവിറ്റിയാണ്. ഡീറ്റെയിൽസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ കൊടുക്കും. ചെയ്യേണ്ട കാര്യം അങ്ങനെ ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങൾ. ക്ലിയർ ആവുന്നില്ല. ആണോ? ഒന്നുകൂടി പറയാം. എന്താണെന്നറിയോ, ഈ വൈഫൈ ഈ പിള്ളേരും എല്ലാരും കൂടി ഇവിടെ ഷെയർ ചെയ്തോണ്ടിരിക്കുക. എല്ലാത്തിന്റെ ഓഫ് ചെയ്യിച്ചാൽ ചിലപ്പോൾ കറക്റ്റ് ആവുമായിരിക്കും. ക്ലാസ് ഒന്നും ഇല്ലല്ലോ, 2 പിള്ളേരും ഒരു ഹസ്ബൻഡും കൂടെ ഇത് ഷെയർ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ പിന്നെ നമ്മുടെ ക്ലാസ്സിന് അത് ബാധിക്കും. ഇനിയുള്ള ക്ലാസ്സിന് അവരോട് ആ സമയത്ത് വേറെ വല്ല വഴി നോക്കാൻ പറയണം. ഇപ്പൊ ക്ലാസ്സിന്റെ ഇടയ്ക്ക് എനിക്ക് പോയി പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ബുക്സ്, ഹെൽത്ത് റിലേറ്റഡ് നമുക്ക് അറിവുകൾ കിട്ടുന്ന ബുക്ക്, പറഞ്ഞ പോലെ ആരോഗ്യം. പിന്നെ ചെറിയ ചെറിയ ബുക്കുകൾ നമ്മൾ ഈ ട്രെയിനിലും ബസ്സിലൊക്കെ കയറുമ്പോൾ ആൾക്കാർ കൊണ്ടുവരില്ലേ, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എഴുതുന്ന ബുക്കുകൾ ഉണ്ടാവില്ലേ, കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത്. ഗൂഗിൾ ക്ലാസ് റൂമിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് ക്ലാസ് വർക്ക് എല്ലാം. അല്ലാതെ നിങ്ങളുടെ ആക്ടിവിറ്റി ഇപ്പം സാറ് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ സബ്മിറ്റ് ചെയ്യണമെന്ന് പറയണതെല്ലാം അസൈൻമെന്റ് ആക്കും, സബ്മിറ്റ് ചെയ്യേണ്ടാത്തതെല്ലാം ആക്ടിവിറ്റി ആക്കും. ഓക്കെ, അപ്പൊ അത് നമ്മൾ കയ്യിൽ എഴുതി സൂക്ഷിക്കണം. നമ്മളുടെ സെൽഫ് സ്റ്റഡിക്ക് അത് യൂസ് ആവും. പിന്നെ ബുക്സിനെ കുറിച്ച് ഫീച്ചർ ഫിലിം, റേഡിയോ പ്രോഗ്രാംസ്, അതിന്റെ പേര് മാത്രം ഒന്ന് കണ്ടുപിടിച്ചു കൊണ്ടുവരിക. സബ്മിറ്റ് ചെയ്യേണ്ട, നമ്മളുടെ കയ്യിൽ സൂക്ഷിക്കാം. എപ്പോഴെങ്കിലും നമുക്ക് സമയം കിട്ടുമ്പോൾ ആ ബുക്സ് റെഫർ ചെയ്യാം, അല്ലെങ്കിൽ ആ മൂവി കാണാം, ആ റേഡിയോ പ്രോഗ്രാംസ് കേൾക്കാം. അത് മറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ബുക്സ്, ഫീച്ചർ ഫിലിം, റേഡിയോ പ്രോഗ്രാംസ്, അത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് നോട്ട് ചെയ്ത് വെക്കുക. ഒരെണ്ണം എന്നല്ല, എത്ര ഇൻഫർമേഷൻ അതിന് റിലേറ്റഡ് കിട്ടുവാണെങ്കിൽ അത് നോട്ട് ചെയ്ത് വെക്കണം. സബ്മിറ്റ് ചെയ്യാനുള്ള വർക്കിന്റെ ഡീറ്റെയിൽസ് ക്ലാസ് റൂമിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, എന്റെ നമ്പർ കിട്ടിയില്ലേ, നമ്പറിൽ വാട്സാപ്പിൽ എനിക്ക് ഷെറിന് ഒരു മെസ്സേജ് ഹായ് ഇടുക, ഷെറിനാന്ന് പറയാം. അപ്പൊ ഞാൻ അതിന്റെ ആ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാം. പറയാം, അല്ലെങ്കിൽ നമുക്ക് സമയം പോകും, അതുകൊണ്ടാണേ. എന്നിട്ട് നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, എന്നോട് ചോദിക്കുക. ഇനി കുട്ടികളുടെ കാര്യം വരുമ്പോൾ നെക്സ്റ്റ് വെൻ ഇറ്റ് കംസ് ടു ദ ലെവൽ ഓഫ് ദ സ്മോൾ ചിൽഡ്രൻ, ചെറിയ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ അവര് പല കാര്യങ്ങളും പഠിക്കുന്നത് റോൾ മോഡലിംഗ് ആണ്. അവര് വീട്ടില് അവര് നോക്കുമ്പോൾ അവരുടെ ഗ്രാൻഡ് പാരന്റ് പല്ല് തേക്കുന്ന രീതി, അല്ലെങ്കിൽ അമ്മ ചെയ്യുന്നു, അച്ഛൻ ചെയ്യുന്നു, അവർ കുളിക്കാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ കയ്യിലെടുക്കും, അല്ലെങ്കിൽ കാല് കഴുകുന്ന, ഇതെല്ലാം അവർ ചെയ്യുക. അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ റോൾ മോഡൽ, അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ അവരെ അങ്ങ് റോൾ മോഡലാക്കും. അപ്പൊ ടീച്ചേഴ്സ്, സ്കൂളിൽ ടീച്ചറായിരിക്കും അവരുടെ റോൾ മോഡൽ. അതുപോലെ അതർ അഡൽട്സ്, അവർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട ഇമിറ്റേറ്റ് ചെയ്യും. അവരത് ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ എന്റെ മോൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ, അവള് LKG പഠിച്ചപ്പോൾ അവളെ പഠിപ്പിച്ച സിസ്റ്ററുടെ മാനറിസം അങ്ങനെയായിരുന്നു. സിസ്റ്റർ സംസാരിക്കുമ്പോൾ ഒരു സൈഡിലേക്ക് പോവുമായിരുന്നു. അപ്പൊ അവൾ അത് ഇമിറ്റേറ്റ് ചെയ്ത് അതുപോലെ സംസാരിക്കാൻ തുടങ്ങി. നമുക്കത് കറക്റ്റ് ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടി. പിന്നെ അതങ്ങ് ശരിയായി. പിന്നെ ടീച്ചേഴ്സ് പറയുന്ന ഇവരുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല്, ഇവര് സംസാരിക്കാൻ നല്ലപോലെ പഠിച്ചു തുടങ്ങുന്ന ഒരു പ്രായത്തിലാണ് പ്രീ സ്കൂളിലേക്ക് പോകുന്നല്ലോ. ഇവരുടെ ലാംഗ്വേജ് ഭയങ്കരമായിട്ട് ആ ടീച്ചർമാര് പറയുന്ന ടോണിലേക്കായി പോയി. ഇവരുടെ മലയാളം ലാംഗ്വേജ് അതൊക്കെയുണ്ട്. ഇംഗ്ലീഷ് ആണെങ്കിലും അവര് നല്ല പ്രൊണൗൺസിയേഷൻ ആണ് ആ ടീച്ചർ യൂസ് ചെയ്യുന്നതെങ്കിൽ കുട്ടികൾക്കും അത് തന്നെ കിട്ടും. അപ്പൊ ലാംഗ്വേജ് ഫോർമേഷൻ ശരിക്കും സ്കൂളില് അവർ സംസാരിക്കുന്ന ടോൺ, വോയിസ് മോഡുലേഷൻ എല്ലാം ഈ ടീച്ചർമാരെ നല്ലപോലെ ടീച്ചർമാരുടെ ഇമ്പാക്ട് വളരെയധികം കുട്ടികളിൽ ഉണ്ടാവും. അവരുടെ ഒരു സ്വാധീനം നല്ലപോലെ വരും. അതുപോലെ അതർ അഡൽട്സ്, അവരെ ഭയങ്കര അവരുടെ ചേട്ടന്മാരെയോ ചേച്ചിമാരെയോ ഒക്കെ ഭയങ്കര റോൾ മോഡലായിട്ട് എടുക്കാനായിട്ട് നോക്കും.
ഇത് ഗുഡ് ഫുഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഗുഡ് ഹെൽത്ത് ഹാബിറ്റ്സ് അതെല്ലാം ഇവരിൽ നിന്ന് പകർന്നു കിട്ടുകയാണെങ്കിൽ ത്രൂ ഔട്ട് ഹോൾ ലൈഫ് അത് നല്ല രീതിയിൽ തന്നെ, അതായത് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നത്, വാഷിംഗ് ഹാൻഡ്സ് ബിഫോർ ഈറ്റിംഗ് സംതിങ്. കുട്ടി നോക്കുമ്പോൾ അച്ഛൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പോയി നല്ലതുപോലെ കൈ റബ്ബ് ചെയ്ത് വാഷ് ചെയ്യുന്നു. കുട്ടിയും അത് തന്നെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് നോക്കും. അതേസമയം പക്ഷേ അത് ഓടി വന്നിരുന്ന അച്ഛൻ കഴിക്കുവാണെങ്കിൽ അച്ഛനാവാമെങ്കിൽ എനിക്ക് എന്താ എന്നൊരു ആ ഒരു രീതിയിലേക്ക് കുട്ടികളിൽ ചിന്ത മാറും. അതുകൊണ്ട് നമ്മൾ വീട്ടിലെ പാരന്റ്സും ശ്രദ്ധിക്കണം, വീട്ടിലുള്ള ബാക്കി മെമ്പേഴ്സും ശ്രദ്ധിക്കണം, സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ ചേച്ചി ചേട്ടൻ ഉണ്ടെങ്കിൽ അവരും ശ്രദ്ധിക്കണം, സ്കൂളിലാണെങ്കിൽ ടീച്ചേഴ്സിന് നല്ലൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നെക്സ്റ്റ് പേഴ്സണൽ ഹൈജീൻ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസീസിനും ജെംസിനും വന്ന് താമസിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. നമ്മൾ ശരിയായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ, നമ്മൾ നല്ല രീതിയിൽ നമ്മളുടെ പേഴ്സണൽ ഹൈജീൻ ചെയ്യുവാണെങ്കിൽ ഈ പറയുന്ന അണുക്കള് നമ്മളെ അപ്രോച്ച് ചെയ്യാൻ തന്നെ പറ്റില്ല. എന്ന് വെച്ചാൽ അതിന് പെട്ടെന്ന് നമ്മളുടെ ബോഡി അതിന് റിയാക്ട് ചെയ്യും. അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. സ്കിൻ, അതുപോലെ തന്നെ ഓപ്പണിംഗ് ഓഫ് ദ ബോഡി, ചെവി, വായ, കണ്ണ്, അങ്ങനെയുള്ള കണ്ണിലൊക്കെ കരട് പോവാം. അങ്ങനെയൊക്കെ ഓപ്പണിംഗ് ഓഫ് ദ ബോഡിയിലെല്ലാം ഈ പറയുന്ന ജേംസ് എല്ലാം വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളുടെ ബോഡിക്കകത്തേക്ക് നമ്മൾ നല്ല പേഴ്സണൽ ഹൈജീൻ ഹാബിറ്റ്സ് ആണെങ്കിൽ ഈ പറയുന്ന ജേംസും പാരസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അവര് ഒരു ഇത്തിൽക്കണ്ണികൾ എന്ന് പറയില്ലേ, അവരൊരു ഹോസ്റ്റിനെ കണ്ടെത്തിയിട്ട് അതിനകത്ത് അങ്ങ് ജീവിച്ച ആ ഹോസ്റ്റ് എന്തൊക്കെ ന്യൂട്രീഷ്യൻസ് ആ ഹോസ്റ്റിന് കിട്ടുന്നു അത് മുഴുവൻ വലിച്ചെടുക്കും. അതാണ് പാരസൈറ്റ്സിന്റെ ജോലി. അപ്പൊ ഹോസ്റ്റ് ആയിട്ടുള്ള ബോഡി വീക്ക് ആവും. അപ്പൊ അതുപോലുള്ള അണുക്കളും പാരസൈറ്റ്സ് ആയിട്ടുള്ള അണുക്കളും നമ്മുടെ ബോഡിയിലേക്ക് കയറാം, നമ്മൾ നല്ലതുപോലെ പേഴ്സണൽ ഹൈജീൻ ഹാബിറ്റ്സ് നമുക്കില്ലെങ്കിൽ. അതുകൊണ്ട് ഇതിന്റെ ഇമ്പോർട്ടൻസ് വളരെ അധികമാണ്. പിന്നെ അപ്പൊ പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുമ്പോൾ നീറ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ ഗ്രൂമിങ് ഓഫ് ദ എക്സ്റ്റേണൽ ബോഡി, അതായത് നമ്മളുടെ ബോഡിയുടെ പുറമേ കാണുന്ന ഭാഗത്തിന്റെ പ്രിപ്പറേഷൻ, നല്ല രീതിയിലുള്ള ക്ലീനിങ്ങും പ്രിപ്പറേഷനുമാണ് നീറ്റ്നെസ് അല്ലെങ്കിൽ പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത്. ഓരോ ആളുകൾക്കും ഓരോ തരം ഹാബിറ്റ്സ് ആണ് അല്ലെ, പലർക്കും പലതരം ഹാബിറ്റ്സ് ഉണ്ട്. അവർ പഠിച്ചു പോകുന്നതും മറ്റുള്ളവരിൽ നിന്നും അത് പഠിച്ചതും, അവര് ട്രെയിൻ ആയിട്ട് അവർ ശീലിച്ച കുറെ കാര്യങ്ങൾ മറ്റുള്ള ആളുകളിൽ നിന്ന് കണ്ട് മനസ്സിലാക്കി അത് ഫോളോ ചെയ്യുന്നത്, അങ്ങനെ പല രീതിയിലും ഓരോരുത്തർക്കും ഓരോ ഹാബിറ്റ്സ് ഉണ്ട്. അപ്പം എന്റെ ഒരു ഹാബിറ്റ് പോലെ ആയിരിക്കില്ല അഞ്ജലിയുടെ ഹാബിറ്റ്, ശില്പയുടെ ഹാബിറ്റ് വേറെ ആയിരിക്കും. കാരണം ഇപ്പോൾ ഞാനിപ്പം ചില ആൾക്കാരുണ്ട് രാവിലെ എണീറ്റ് പല്ല് തേച്ച് ടോയ്ലറ്റിലൊക്കെ പോയി കുളി കഴിഞ്ഞിട്ടായിരിക്കാം അവർ കിച്ചണിൽ കയറുന്നത്. നമ്മുടെ പല അമ്മമാരും അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട്, കിച്ചണിൽ കയറി എല്ലാം ഉണ്ടാക്കും. അതുപോലെ രാത്രി അവർ കിടക്കുന്നതിന് മുമ്പ് കിച്ചൺ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ട് കയറുന്ന അമ്മമാരുണ്ട്. അപ്പൊ ഇത് കണ്ട് ഇത് ഫോളോ ചെയ്യുന്ന മക്കളും ഉണ്ടാവും. അപ്പൊ അത് ഓരോരുത്തരുടെ ഹാബിറ്റ്. ഞാൻ അങ്ങനെയാണ് നമിത, ഓക്കെ, വെരി ഗുഡ്, നല്ല കാര്യം. ചിലർ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ നല്ലതുപോലെ കാലൊക്കെ കഴുകി വൃത്തിയാക്കി അകത്ത് കിടക്കും, അല്ലെങ്കിൽ കുളിച്ചിട്ടായിരിക്കും പിന്നെ അടുത്ത കാര്യം ചെയ്യുന്നത്. ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ അവർ കുളിച്ച് പേഴ്സണൽ ഹൈജീൻ ഒക്കെ ചെയ്തിട്ടായിരിക്കും. അങ്ങനെ ഓരോരുത്തരുടെ ഹാബിറ്റ്സ് ഓരോ രീതിയിലായിരിക്കും, അവരുടെ സ്റ്റാൻഡേർഡ് അങ്ങനെ. ചിപ്പി അങ്ങനെ തന്നെയാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ കുറെ പേരുണ്ട്. ഓക്കെ, ചിലരങ്ങനെയല്ല, എല്ലാം പണിയും കഴിഞ്ഞ് കുളിക്കുന്ന അങ്ങനെയാണ്. കാരണം ഓരോരുത്തർക്കും ഓരോ ഹാബിറ്റ്. അത് മോശം. ഇപ്പൊ പണി കഴിഞ്ഞ് കുളിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അവര് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ല ഹൈജീൻ ആയിരിക്കും, കൈയും മുഖവും എല്ലാം കഴുകി വൃത്തിയാക്കി കുളിക്കുന്നില്ല എന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ എല്ലാം ചെയ്ത് കഴിഞ്ഞ് കുളിച്ചു കഴിഞ്ഞിട്ട് അവര് ഭക്ഷണം കഴിക്കുമ്പോൾ വെരി ഗുഡ് ചെയ്യുന്നു. അങ്ങനെ ഓരോരുത്തരുടെ ഹാബിറ്റ്സ് പല രീതിയിലും മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ പ്രോപ്പർ കുട്ടികൾക്ക് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിൽ നല്ല ഗുഡ് ഹൈജീൻ ഹാബിറ്റ്സ് ഫോം ചെയ്യും. കുറെ പേരുണ്ട്, അശ്വതി, അമ്മു ഒക്കെ അങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഹാബിറ്റ്സ് ഓഫ് ക്ലീൻനെസ്, റോഹിണി, എല്ലാരും ഈ ഒരു ഗ്രൂപ്പിൽ എല്ലാരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലെ. ഹാബിറ്റ്സ് ഓഫ് ക്ലീൻനെസ് ക്ലിയർ ആകുന്നില്ലേ?
ഇപ്പൊ കുഴപ്പമില്ല മാം, കേക്കാം. ക്ലിയർ ആവുന്നുണ്ട് മാം, ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. അവരോടൊന്ന് ഓഫ് ചെയ്യാൻ പറയാം. കുഴപ്പമില്ല മാം, കേൾക്കുന്നുണ്ട്. ക്ലിയർ ആണ് മാം, കേൾക്കുന്നുണ്ട്. ക്ലിയർ ആണ് മാം, കേൾക്കുന്നുണ്ട്. ഞാൻ അവരോട് ഓഫ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ 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 ഫൈൻ. അപ്പൊ ക്ലീൻലിനെസിന്റെ ഹാബിറ്റ്സ് അത് ഫോം ചെയ്യുന്നു. അത് നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആയല്ലോ. ആ ഒരു ചെറിയ ഏജിൽ തന്നെ പലതും ഫോളോ ചെയ്യുവാണെങ്കിൽ അവരെ എന്റെ അമ്മ അങ്ങനെയാണ് ഞാനും അങ്ങനെ ചെയ്യുന്നൊക്കെ കുഞ്ഞു കുട്ടികൾ പറയാറില്ലേ, അത് അങ്ങനെ. ക്ലീൻ ഹാബിറ്റ്സ് ഓഫ് ക്ലെൻലിനെസ്. ഹാബിറ്റ്സ് വൺസ് ഫോംഡ് ബിക്കം എ പാർട്ട് ഓഫ് ദി പേഴ്സണാലിറ്റി ഓഫ് ദ ചൈൽഡ്. നമ്മൾ മലയാളത്തിൽ പറഞ്ഞ ചൊട്ടയിലെ ശീലം ചുടല വരെ വൺസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് അവരുടെ ലൈഫിന്റെ തന്നെ പാർട്ടാവുന്നു. സോ ദേ മസ്റ്റ് ലേൺ ഗുഡ് ഹാബിറ്റ്സ് ഫ്രം ദ പീരിയഡ് ഓഫ് ബീയിങ് യങ്. അപ്പൊ ആ ഒരു ടൈമിൽ ചെറുതിലേ തുടങ്ങി അവര് ഗുഡ് ഹാബിറ്റ്സ് ലേൺ ചെയ്യണം. കുറെ വലുതായതിനു ശേഷം അവരെ പഠിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല. ദ ടീച്ചേഴ്സ് ഷോ ക്ലീൻ ആൻഡ് ടൈഡി ദാറ്റ് ഇറ്റ് സെൽഫ് അഫക്ട്സ് ദി ഹാബിറ്റ്സ് ഓഫ് ദി സ്റ്റുഡൻസ്. അപ്പൊ വരുന്ന ടീച്ചറും അങ്ങനെ നല്ല നീറ്റ് ആയിട്ടും ക്ലീൻ ആയിട്ടും വന്നു കഴിയുമ്പോൾ കുട്ടികൾക്കും അതൊരു പ്ലസന്റ് ആണ്. അപ്പൊ അത് കുട്ടികളുടെ ഹാബിറ്റ്. ഞാനും ടീച്ചറെ പോലെ ആണ്, കാരണം ടീച്ചറെ ഇഷ്ടപ്പെടുന്ന ഒരു ഏജ് ആണ് ആ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ. ഏതൊരു ഏജിലും നല്ല രീതിയിൽ ടീച്ചർ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പൊ എനിക്കും ടീച്ചറെ പോലെ ആകണം എന്നൊരു ചിന്ത മനസ്സിൽ വരും. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു ടീച്ചർ വരുമായിരുന്നു. ടീച്ചർ അങ്ങനെ മേക്കപ്പ് അങ്ങനെയൊന്നുമില്ല, പക്ഷെ ഇന്ന് നല്ല നീറ്റ് ആയിട്ട് ഡ്രസ്സ് ചെയ്ത് വരും. അപ്പൊ ഞങ്ങൾ പറയും നമ്മൾക്കും ടീച്ചർ ആകുമ്പോൾ ഈ മിസ്സിനെ പോലെ അല്ലെങ്കിൽ ടീച്ചറിനെ പോലെ ഞങ്ങൾക്ക് അങ്ങനെ ഇന്നിട്ട ഡ്രസ്സ് പിന്നെ കുറെ നാളുണ്ടാവില്ല, ഓരോ ദിവസവും പുതിയ 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 ഡ്രസ്സ് ഇട്ട് നല്ല ഫ്രഷ് ആയിട്ട് വരുന്ന ഒരു ടീച്ചറായിരുന്നു. നമുക്ക് അതൊക്കെ നമുക്ക് ഓർമ്മയിലുള്ള ഒരു കാര്യമാണ്. പിന്നെ ക്ലീൻ ബോഡി സ്കിൻ. നമ്മളുടെ ബോഡി സ്കിൻ എല്ലാം നല്ല ക്ലീൻ ആയിരിക്കണം. ജേംസിന് അതിൽ വന്ന് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വൃത്തിയില്ലായ്മയൊന്നും അതിനകത്ത് ഉണ്ടാകരുത്. സോ ടീച്ചേഴ്സ് ഷുഡ് ഹൈലൈറ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് എ ക്ലീൻ ബോഡി സ്കിൻ ആൻഡ് ദ ഔട്ടർ സർഫസ് ഓഫ് ദ ബോഡി. അപ്പൊ ടീച്ചർ എപ്പോഴും കുട്ടികളെ മനസ്സിലാക്കിക്കണം ദ ഇമ്പോർട്ടൻസ്, സിഗ്നിഫിക്കൻസ് ക്ലീൻ ബോഡിയുടെയും നെയിൽ ഹൈജീൻ. ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ടോ? പ്രശ്നമാണോ? ഇല്ല മാം, ഇല്ല. ക്ലീൻ ബോഡി സ്കിൻ, അതുപോലെ തന്നെ അതർ സർഫസ് ഓഫ് ദ ബോഡി. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്നും പറഞ്ഞിട്ട് ഓക്കെ, അത് പല രീതിയിൽ OCD വരാം. അത് ഞാൻ പറയാം, ജസ്റ്റ് ചോദിച്ചുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഒബ്സസീവ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് വൃത്തിയുടെ കാര്യത്തിലായിരിക്കും, ചിലരെ സംബന്ധിച്ച് സംശയമായിരിക്കും. വീട് പൂട്ടിയോ, ഗ്യാസ് ഓഫ് ചെയ്തു, അങ്ങനെയൊക്കെ ഒരു പ്രശ്നം. അത് ഹൈജീൻ മാത്രമല്ല OCD വരുന്നത്, ഇങ്ങനെ പ്രശ്നം വരും. പിന്നെ ചില എന്താ പറയാ, ചില ഹോണ്ടിങ്, ചില പേടികൾ, ഇതെല്ലാം അതിൽ വരും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തോന്നൽ എന്നെ ആരും ഉപദ്രവിക്കാൻ വരുന്നു, അതെല്ലാം OCDയുടെ ഭാഗം. പിന്നെ ഇൻട്രൂസീവ് ഡിസോർഡേഴ്സ് ഉണ്ട്. അതായത് നമ്മൾക്ക് തോന്നുക നമ്മൾ ആരെയോ ഉപദ്രവിക്കും, ഞാനത് ചെയ്യും, ഞാൻ അയാളെ, അല്ലെങ്കിൽ നമ്മളിപ്പോ പേന എടുത്ത് ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ നമുക്ക് തോന്നും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പേന വെച്ച് ഞാൻ അയാളെ കുത്തും. അതൊക്കെയാണ് OCD പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തേ ഉള്ളൂ, അത് വാസ്റ്റ് ആണ്. പിന്നെ നീറ്റ്നെസ് ഓഫ് ഹെയർ, ഇവിടെ നെയിൽ ഹൈജീൻ പറഞ്ഞു. നെക്സ്റ്റ് നീറ്റ്നെസ് ഓഫ് ഹെയർ, ഐസ്, ഹെയർ, നെയിൽസ്, ഫിംഗർ ആൻഡ് ടീത്ത്. നമുക്കറിയാം ഇതിന്റെയൊക്കെ നീറ്റ്നെസ് ആവശ്യമാണെന്ന്. ദീസ് പാർട്സ് ഓഫ് അവർ ബോഡി ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ക്ലീൻ. എങ്ങനെ ക്ലീൻ ചെയ്യണം? വാഷിംഗ്, നല്ലപോലെ കഴുകണം. ഹെയർ ആണെങ്കിലും നല്ലപോലെ ചീകി വെക്കണം. കോമ്പിങ്, കട്ട് ചെയ്യണം ആവശ്യത്തിന്. ഇതിന്റെ ഇവിടെ കട്ട് ചെയ്ത് എന്താ പറയാ, സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത്, അതുപോലെ തന്നെ ബ്രഷ് ചെയ്യണം ആവശ്യമുള്ളപ്പോഴൊക്കെ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരുമാതിരി ചകിരി പോലെ കിടക്കും, ഒരുമാതിരി കുളിക്കാത്ത, അങ്ങനെ ഒരു ഡ്രൈനെസ് ആയിട്ട് കിടക്കും, അതൊക്കെ മാറ്റി ഹെൽത്തി ഹെയർ ആയിരിക്കണം. ലൈസ് ഉണ്ടാവരുത്, അതെ, പെയിൻ അങ്ങനെയുള്ള സാധനങ്ങൾക്കില്ലേ, അതൊന്നും ഉണ്ടാവരുത്. പിന്നെ നെയിൽസ് നല്ലപോലെ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെക്കണം. അതിനുള്ളിൽ ഡാൻഡ്രഫ് അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഫിംഗേഴ്സ് എല്ലാം വൃത്തിയായിരിക്കണം, അഴുക്ക് പിടിച്ച ഇതായിരിക്കരുത്. പല്ല് നല്ലതുപോലെ ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞു മോണപഴുപ്പ്, ബ്ലഡ് വരിക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അത് ഡെന്റൽ ഹൈജീൻ കറക്റ്റ് അല്ലെങ്കിൽ വരുന്നതാണ്. നെക്സ്റ്റ് ഇയേഴ്സ്, ഐസ്, നോസ് ആൻഡ് ത്രോട്ട് എല്ലാം കണക്റ്റഡ് ആണ്. Ears being one of the most important organs of the body.
should be cared for, and any defect or injury in the ears should be immediately brought to the notice of doctor. കുട്ടികൾ സാധാരണ ചെവിയിൽ എന്തെങ്കിലും ഇടാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ കുട്ടികൾക്ക് ആ ഒരു ബോധം ഉണ്ടാവണം, ചെവിയിൽ അങ്ങനെ ഉപദ്രവിക്കരുത് ആ ഒരു രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ പാരന്റ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം, ചെവിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരാതെ കുഞ്ഞ് കുളിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വെള്ളം കയറി അങ്ങനെയൊക്കെ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്തെങ്കിലും ഇൻഫെക്ഷൻ പോലെ തോന്നിക്കഴിഞ്ഞാൽ ഡോക്ടറെ അപ്പൊ തന്നെ കൊണ്ടുപോകും. ഐസ് ഷുഡ് ബി വാഷ്ഡ് റെഗുലർലി വിത്ത് ക്ലീൻ വാട്ടർ. നല്ല ക്ലീൻ വാട്ടർ കൊണ്ട് കുട്ടികൾ മൂക്കില് ക്രയോൺസ് ഒക്കെ കയറ്റിയിടും, അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കയറ്റി വെക്കും. പിന്നെ എപ്പോഴും മുഖം കഴുകുമ്പോൾ നല്ലപോലെ ക്ലീൻ വാട്ടറിൽ കണ്ണ് കഴുകണം. ഇൻ ദ സെയിം വേ ദ നോസ് ആൻഡ് ത്രോട്ട് ആർ ഓൾസോ ടു ബി കെപ്റ്റ് ക്ലീൻ. അതുപോലെ മൂക്കും തൊണ്ടയും ഒക്കെ എപ്പോഴും ക്ലീൻ ആയിട്ട് തന്നെ വെക്കണം. കഫിങ്ങും സ്നീസിങ്ങും ഒക്കെ വരും. ത്രോട്ട് ഈസ് ജോയിൻ വിത്ത് നോസ്, ഇയേഴ്സ് ആൻഡ് മൗത്ത്. നമ്മള് കുട്ടിക്ക് ഇപ്പൊ തണുത്തത് പ്രശ്നമാണെങ്കിൽ മാക്സിമം അത് തണുപ്പ് കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ തണുത്ത സാഹചര്യങ്ങളിൽ ചിലർക്ക് അങ്ങനെ ഇൻഫെക്ഷൻസ് ഒക്കെ വരാം. ടോൺസിലൈറ്റിസ് പോലുള്ള ബുദ്ധിമുട്ടും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ ബുദ്ധിമുട്ട് വരും. നെക്സ്റ്റ് ക്ലോത്തിങ്. നമുക്കറിയാം നമ്മുടെ ക്ലൈമറ്റില് ബ്രീത്തബിൾ ആയിട്ടുള്ള, ഒട്ടും ക്ലിയർ ആവണില്ലേ? അവരെ കൊണ്ടെല്ലാം ഓഫ് ചെയ്യിച്ചു. മെസ്സേജ് ഇടയ്ക്ക് വരുമ്പോ ഞാനത് അപ്പൊ ക്ലോത്തിങ് എല്ലാരും ഡിഫറെന്റ് ടൈപ്സ് ക്ലോത്ത്സ്. സോ നമ്മുടെ ഒരു ക്ലൈമറ്റിന് നമുക്ക് കോട്ടൺ ക്ലോത്ത്സ് ആണ് നല്ലത്. ബ്രീത്തബിൾ, അതായത് എയർ കയറുന്ന രീതിയിലുള്ള ക്ലോത്ത്സ്. ഇപ്പൊ നല്ല ചൂടാണ് നമുക്കറിയാം, നല്ല ലൂസ് അല്ല, ടൈറ്റ് ആകാത്ത കോട്ടൺ ക്ലോത്ത്സ് ആയിരിക്കും നമ്മൾ കംഫർട്ടബിൾ, അല്ലെങ്കിൽ നമുക്ക് ചൂടെടുക്കാനും ചൊറിയാനൊക്കെ തോന്നും, അതൊക്കെ വരും. അപ്പം ക്ലോത്തിങ് ഞാനൊന്ന് സ്ക്രോൾ ചെയ്യട്ടെ, താഴേക്ക് പോവാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ് ആണ് അക്കോർഡിംഗ് ടു വേരിയസ് സീസൺസ്. ക്ലൈമറ്റിനനുസരിച്ച് നമുക്ക് ക്ലോത്ത്സ് ഡിഫറെന്റ് ആണ്. തണുപ്പാവുമ്പോൾ നമ്മൾ അതിനനുസരിച്ച്, ചൂടുകാലാവുമ്പോൾ അങ്ങനെ. അത് ക്ലീനും നീറ്റും ആയിരിക്കണം, അതായത് അലക്കി വൃത്തിയാക്കി നല്ലപോലെ ഉണക്കിയ ക്ലോത്ത്സ് ആയിരിക്കണം. undergarments which are close to the body should also be kept clean and tidy. നമ്മുടെ ബോഡി ആയിട്ട് കൂടുതൽ അങ്ങനെ ചേർന്നിരിക്കുന്നതാണ് അണ്ടർ ഗാർമെന്റ്സ്. അത് നല്ല ക്ലീൻ ആയിരിക്കണം, അതിന്റെ ചൊറിയാനൊക്കെ ഉണ്ടാവും. പിന്നെ ലൂസ് ക്ലോത്ത്സ്, ഭയങ്കര ലൂസും ഭയങ്കര ടൈറ്റും ആയിരിക്കരുത്, അതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ. പിന്നെ ഹാൻഡ്കർച്ചീഫ് യൂസ് ചെയ്യുന്ന ഹാബിറ്റ്, അത് ചെറുപ്പത്തിലേ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ഹാൻഡ്കർച്ചീഫ് ഇല്ലാണ്ട് പുറത്തേക്കേ കുട്ടികൾ പോവില്ല. ഹാൻഡ്കർച്ചീഫ് എപ്പോഴും വേണം. അപ്പൊ ആ ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യും. അവർക്ക് സ്നീസ് ചെയ്യോ, അതുപോലെ തന്നെ കഫ് ചെയ്യോ, പിന്നെ പെട്ടെന്ന് കോട്ടുവായിടുന്ന രീതിയിൽ വല്ലാതെ ഇതാകുമ്പോൾ അത് യൂസ് ചെയ്യണം എന്നാ പറയുന്നത്. കാരണം നമ്മളുടെ ഓപ്പൺ ആയിട്ട് എപ്പോഴും ഓപ്പൺ ആവുന്ന ഒരു പോർഷനാണ് നമ്മുടെ മൗത്ത് എന്ന് പറയുന്നത്. അണുക്കൾ കയറാൻ നമുക്കറിയാം, നമ്മുടെ സറൗണ്ടിങ്സിൽ നിറയെ കണ്ണിന് കാണാത്ത കുറെ ജെംസ് ഉണ്ടായിട്ട് ഇതെല്ലാം പെട്ടെന്ന് തന്നെ പാസേജ് പോലെ എടുക്കും നമ്മുടെ മൗത്ത്. അത് കൊണ്ട് ഹാൻഡ്കർച്ചീഫ് യൂസ് ചെയ്യുന്ന ശീലം കുട്ടികളിൽ കൊടുക്കണം. അങ്ങനെ ഇതൊക്കെ ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെയാണ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. Health education helps a person to keep his body healthy and keep himself free from illness. The health of illness എന്ന് നമ്മളെ എപ്പോഴും ഒരു ബാരിയർ പോലെ ഹെൽത്ത് എഡ്യൂക്കേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ രീതിയിലെല്ലാം ഫോളോ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബോഡി നല്ല ഹെൽത്തി ആയിരിക്കും. നമ്മൾ ശ്രദ്ധിക്കും പേഴ്സണൽ ഹൈജീന്റെ കാര്യം. അപ്പൊ അത് ഇൽനെസ്സിൽ നിന്നെല്ലാം നമ്മളെ തടയും. ഹെൽത്ത് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് റിക്വയർഡ് ടു ബിൽഡ് എ ഹെൽത്തി കമ്മ്യൂണിറ്റി. ഒരു സൊസൈറ്റിയിലെ എല്ലാ ആളുകളും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് ഫോളോ ചെയ്യുവാണെങ്കിൽ ആ സൊസൈറ്റിയിൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സൊസൈറ്റി അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി തന്നെ അവിടെ ഫോം ചെയ്യും. അപ്പൊ നിങ്ങളുടെ സെക്കൻഡ് യൂണിറ്റ് തന്നെ കംപ്ലീറ്റ് ആയി. ഞാൻ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യും. ആ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് യൂണിറ്റിന് ഓൾറെഡി ഞാൻ തന്നു 5 ക്വസ്റ്റ്യൻ. ഫസ്റ്റ് യൂണിറ്റും സെക്കൻഡ് യൂണിറ്റും കൂടെ കമ്പൈൻ ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അടുത്ത ദിവസം പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു ദിവസം ഉണ്ടല്ലോ, അപ്പൊ നോക്കിയിട്ട് നല്ലതുപോലെ 2 യൂണിറ്റ്സ് നോക്കുക. 2 യൂണിറ്റ്സ് നോക്കിയിട്ട് അത് ആൻസർ ചെയ്യുക. ചുമ്മാ ഓടി പോയിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ അല്ലേന്ന് പറഞ്ഞ് ആൻസർ ചെയ്യരുത്. കാരണം വെച്ചാൽ നമുക്ക് ആൻസർ തെറ്റാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ വായിക്കുമ്പോൾ
ആൻസർ ഏതാന്നൊരു കൺഫ്യൂഷൻ ഒക്കെ വരും. അതുകൊണ്ട് നല്ലതുപോലെ ഫസ്റ്റ് യൂണിറ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തില്ല. മാം ഒരു കാര്യം ചോദിച്ചോട്ടെ. ചോദിച്ചു. ഫസ്റ്റ് യൂണിറ്റിലെ ക്വസ്റ്റ്യൻ ഇട്ടെന്ന് പറഞ്ഞു, പക്ഷെ എനിക്കത് കിട്ടിയിട്ടില്ല. ആണോ? ആ ഇവിടെ ചെയ്ത കുറെ പേരുണ്ട്. നിങ്ങൾ അതൊന്ന് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്തോളൂ. ശ്രുതി എഴുതിയിട്ടുണ്ട്, ചെയ്തു. പിന്നെ കുറെ പേര് എനിക്ക് മെസ്സേജ് ചെയ്തു കിട്ടിയ മാർക്ക് എല്ലാം പറഞ്ഞു. അത് ക്ലാസ് റൂമിലുള്ളത്, അത് കാരണമാണ് അവർക്ക് അത് ഓപ്പൺ ചെയ്യാൻ അറിയാത്തോണ്ടായി. ക്ലാസ് റൂമിലുണ്ട് അതിനകത്ത് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട്. ക്ലാസ് റൂമിലോ? മാം ഞാനും ചെയ്തിട്ടില്ല. എനിക്കും കിട്ടിയിട്ടില്ല കേട്ടോ മാം. അത് മാം ഉണ്ടാകും തന്നെ, നിങ്ങളോട് അത് പറയാം. മെയിലോ? ഈ മാർക്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കില്ലേ? ഏതാ? അല്ല, ഈ മാർക്സ് ഒക്കെ നോട്ട് ചെയ്യില്ലേ? മാം ക്വസ്റ്റ്യൻ ആൻസർ സബ്മിറ്റ് ചെയ്യണോ? ക്വസ്റ്റ്യൻ ആൻസർ ആ ക്ലാസ് റൂമിലാണ് അത് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഒരു ഗൂഗിൾ ഫോം പോലെയല്ലേ, ഗൂഗിൾ ലിങ്ക് അല്ലേ? മാം ഗൂഗിൾ ലിങ്ക്, മാർക്കൊക്കെ ഒരിടത്ത് അതിനകത്ത് ഇമെയിൽ ഐ ഡിയും പിന്നെ സബ്മിറ്റും കൊടുക്കും. ഒരു മോക്ക് എന്തോ ചോദിച്ചു, ക്ലിയർ ആയിട്ട്. ഒരു മോക്ക് ടെസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു, അത് നമ്മൾ അറ്റൻഡ് ചെയ്ത് തന്നിട്ടില്ലല്ലോ. ഒരു ടെസ്റ്റേ ഉണ്ടായിരുന്നു, ആണോ ചോദിച്ചേ? ഒന്നേ ഇതുവരെ അയച്ചുള്ളൂ. ഓരോ യൂണിറ്റ് കഴിയുമ്പോൾ ചെയ്യേണ്ടത് ഏതാ? അടുത്ത ചാപ്റ്റർ തുടങ്ങാന്ന് വിചാരിക്കണം. നമുക്ക് 20 മിനിറ്റ്സ് ഉണ്ട്. ഓക്കെ മാം. നിങ്ങളെ ക്ലിയർ ചെയ്യാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാം. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഞാൻ അറിയിച്ചേക്കാട്ടോ. അടുത്ത ചാപ്റ്റർ ആരോ മ്യൂട്ടാണ്. ഒന്ന് ആലോചിക്കുക, നമ്മളെല്ലാരും നമ്മുടെ പ്രൈവസിയിലായിരിക്കുന്നേ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ആരോ മ്യൂട്ടാണ്, വല്ലാതെ ഡിസ്റ്റർബ് ആണ്. അതാണ് കേട്ടോ, ശ്രദ്ധിച്ചോളൂ കേട്ടോ. പുതിയ ലാപ്ടോപ്പ് ആയതുകൊണ്ട് ഡൗൺലോഡ് ചെയ്തിട്ടില്ല, പറ്റിയില്ല. ഒരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോ. ഹാൻഡ് വാഷിന്റെ നമ്മളെ നോട്ട്ബുക്കിലാണോ വരച്ചിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്? എന്തായാലും സബ്മിറ്റ് ചെയ്യുന്നത് ഇമേജ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുമായിരിക്കില്ലേ? അല്ല, ഞാൻ ഉദ്ദേശിക്കുന്നത് നോട്ട്ബുക്കിൽ വരച്ചിട്ട് അത് ഫോട്ടോ എടുത്ത് സബ്മിറ്റ് ചെയ്താൽ മതിയോ? മതി. അത് നോട്ട്ബുക്ക് ആയാലും മതി. ചാർട്ടിൽ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ചാർട്ടിൽ ചെയ്യാം. ഓക്കെ മാം, താങ്ക് യു. ചിലരൊരു സംശയം പറഞ്ഞതെന്ന് വെച്ചാൽ ചാർട്ട് ഇങ്ങനെ സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ നോട്ട്ബുക്കിൽ ആയിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് നോട്ട്ബുക്കിൽ ചെയ്ത് തന്നെ ഫസ്റ്റ് ബാച്ചിൽ ഒരു കൊച്ചു കാണിച്ചു തന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എന്താന്ന് വെച്ചാൽ അതാവുമ്പോ നോട്ട്ബുക്ക് ആവുമ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഓരോ കുട്ടികളുടെ ഓരോ ബെഞ്ചിന്റെ അടുത്ത് പോയി മറിച്ച് കാണിക്കണം. ചാർട്ട് ആവുമ്പോൾ നമ്മൾ ഹാങ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാരെയും ഒരുമിച്ച് കാണിക്കും. അങ്ങനെ ഒരു ടൈം കൺസംഷൻ കൂടുതലായിരിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്തോളൂ. ഓക്കെ മാം. മാഡം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? നമ്മൾ റെക്കോർഡ് ബുക്ക് വാങ്ങിക്കുമ്പോഴത്തേക്കും അത് എത്ര പേജസ് ആണെന്ന് എന്തെങ്കിലും ഒരു ഇതുണ്ടോ? കാരണം അതിന്നൊരു ഡൗട്ട് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തതുകൊണ്ടാണ്. ഓക്കെ, തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഏറ്റവും കുറവ് പേജസ് പറഞ്ഞത്, വേറെ ഒന്നും കൊണ്ടല്ല. നമുക്ക് 5 എണ്ണം ഉണ്ടല്ലോ, അപ്പൊ നിങ്ങൾ അത്രയും അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണ്ട, കോസ്റ്റ് അത്രയും വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ചിലർക്ക് കുറച്ചുകൂടെ പേജസ് അല്ല, ഇപ്പൊ ഏറ്റവും കുറഞ്ഞ പേജസ് വാങ്ങിക്കുവാണെങ്കിൽ അതിൽ ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങളെ കാണുള്ളൂ. അപ്പൊ അതിൽ കൂടുതലുണ്ടെങ്കിൽ പിന്നെ എക്സ്ട്രാ ഒരെണ്ണം വാങ്ങിക്കണ്ടേ? അതാ ചോദിച്ചത്. അത് ഞാൻ പറഞ്ഞ ആക്ടിവിറ്റീസ് അനുസരിച്ച് ആ ഒരു ഇതിൽ നിന്നില്ലെങ്കിൽ എക്സ്ട്രാ പേജസ് ഒന്ന് പേസ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അതൊരു സംശയം തോന്നുവാണെങ്കിൽ അധികം പേജ് ഉള്ളത് വാങ്ങിച്ചോളൂ കേട്ടോ. ഓക്കെ മാം. മാഡം
ഞാൻ റെക്കോർഡ് ബുക്ക് മേടിച്ചായിരുന്നു. യെസ്. ഞാൻ മേഡത്തിന് ഫോട്ടോ ഇട്ട് എത്ര പേജാ? തന്നിരുന്നു. ആ ഫോൺ നമ്പർ ഒന്ന് 132 പേജാ. പെട്ടെന്ന് 85 രൂപ. ഓക്കെ. എത്രയായിരുന്നു? എത്ര രൂപയാ? 85. ഓക്കെ, വെരി ഗുഡ്. മാം അതിനൊക്കെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പം മാം ഇപ്പോൾ ഓരോ യൂണിറ്റ് എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഓരോ യൂണിറ്റ് നമ്മൾ മൊബൈൽ വഴി PDF തുറന്ന് നോക്കി പഠിക്കുന്നതിനെക്കാട്ടി നല്ലത് ആ PDF ഒരു നോട്ട് പോലെ പ്രിന്റ് എടുത്തിട്ട് കൈവച്ച് സൂക്ഷിക്കുന്നതല്ലേ നല്ലത്? അതെ, പ്രിന്റ് എടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്ന് നോട്ട് ചെയ്യാൻ പറഞ്ഞത്. മെയിൻ പോയിന്റ്സ്, അത്രയും പേജസ് പ്രിന്റ് എടുക്കാൻ ഉള്ള ഫെസിലിറ്റി ഇല്ലാത്തവരുണ്ടാവുമല്ലോ. മെയിൻ പോയിന്റ്സ് നോട്ട് ചെയ്താൽ മതിയല്ലോ മാം. മെയിൻ, കാരണം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടത് ഒന്നുമല്ല, ഇത് നമുക്കൊരു റെഫറൻസ് ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ, നമ്മളിത് ഒരു ആപ്ലിക്കേഷൻ ലെവലിലാണ് നമ്മളിത് പഠിക്കുന്നത്. ഇത് കാണാതെ പഠിച്ച് നമുക്ക് അങ്ങനത്തെ ഒരു എക്സാമോ ഒന്നുമല്ല നമുക്ക് വരാൻ പോകുന്നത്. പക്ഷെ നമ്മൾ അറിയണം എന്താണ് ഈ ഒരു ഹെൽത്തിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്കിപ്പോ മനസ്സിലേക്ക്, പണ്ടൊക്കെ എന്ന് വെച്ചാൽ ആരോഗ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ നമ്മൾ അതിനകത്തൊരു മെയിൻ പോയിന്റ്സ് പഠിച്ചത് വെൽനെസ് ആയിരുന്നു. അതാരും പെട്ടെന്ന് നമ്മൾ ചിന്തിച്ചില്ല. കാരണം ഹെൽത്തി ആയിരിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെന്റലി ഫിസിക്കലി ഹെൽത്തി ആയിരിക്കണം, ഹാപ്പി ലൈഫും ആയിരിക്കണം അയാൾക്ക്, അല്ലെ? ടെൻസ്ഡ് ആയിട്ടുള്ള ലൈഫ് അല്ല. അഥവാ സ്ട്രെസ് വന്നാൽ അത് മാനേജ് ചെയ്യുക. അതൊക്കെ നമ്മൾ ഇപ്പോഴാണ് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്നത്, അല്ലെ? ആ രീതിയിലുള്ള ഒരു ലേണിംഗ് ആണ് നമ്മളിവിടെ നടത്തുന്നത്. മാം നോട്ട് ബുക്കിലേക്ക് എഴുതിയെന്ന് വെച്ച് കുഴപ്പമുണ്ടോ? നോട്ട് PDF നോട്ട് ബുക്കിലേക്ക് എഴുതിയെന്ന് വെച്ച് കുഴപ്പമുണ്ടോ? അത് എഴുതണ്ടേ? അതൊന്നും ഒരു കുഴപ്പമില്ല. കാരണം ഒരു ബാച്ചിലൊരു കുട്ടി അത് കംപ്ലീറ്റ് എഴുതിയെടുത്തു. അപ്പൊ എന്താന്ന് വെച്ചാൽ ഒരു 1 ടൈം റീഡിങ് ആ. സമയം ചിലപ്പോൾ ഉണ്ടാവില്ല, സമയം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഫുൾ എഴുതി വെച്ചു എന്നാ പറഞ്ഞത് എന്നോട്. അതിന് സമയം ഉണ്ടായിരുന്നു. 4 ചാപ്റ്റർ നോട്ട്ബുക്കിലോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എഴുതി വൈകാത്തോണ്ടാ PDF എടുക്കട്ടെ ചോദിച്ചത്. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ചിലപ്പോൾ PDF എടുക്കാനുള്ള ഒരു സൗകര്യം, നമുക്ക് ഇനി ഇഷ്ടം പോലെ കിടക്കുക, നല്ല ബണ്ടിലായിരിക്കും PDF എടുത്തു കഴിഞ്ഞാല്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. PDF എടുക്കാൻ സൗകര്യം എടുത്തോളൂ. ഹലോ മാം. യെസ്, കേൾക്കുന്നുണ്ട്. നമ്മൾ ഇപ്പം PDF ഷെയർ ചെയ്തിരിക്കുമ്പം യൂണിറ്റ് 1 കഴിഞ്ഞിട്ട് യൂണിറ്റ് 1 കഴിഞ്ഞിട്ട് വേറെ യൂണിറ്റ് ആണോ? 2 അല്ലേ? 8 ആണ് കാണിക്കുന്നത്. ലാസ്റ്റ് യൂണിറ്റ് 2 കാണിക്കുന്നുണ്ട്. ആണോ? ഡിസോർഡറിലാണ് കിടക്കുന്നത് മാം. ഡിസോർഡർ ആയിട്ട് വന്നു. ഓക്കെ, അത്രയല്ലേ ഉള്ളൂ. ക്യാപ്ഷൻ ഹെഡിങ് ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ഡിസോർഡർ ആണെന്നേ ഉള്ളൂ, എല്ലാം ഉണ്ട്, എല്ലാ ചാപ്റ്ററും ഉണ്ട്. ചെക്ക് ചെയ്താൽ മതി. നമുക്ക് പാർട്ട് 1 8 യൂണിറ്റ്സ് ഉണ്ട്. അതിൽ 3rd യൂണിറ്റ് ആണ് നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളത്, നിങ്ങൾ വീട്ടിൽ ശ്രദ്ധിക്കുന്നത്, വീട്ടിൽ ഏതെങ്കിലും രീതിയിൽ ഡയറ്റ് കൺട്രോൾ ചെയ്യേണ്ട ഒരാൾ നമ്മളുടെ ഫാമിലി മെമ്പർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഫുഡ്, ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്. ഓക്കെ, ചില എന്താ പറയാ, ആയുർവേദത്തിൽ പറയും നമ്മളുടെ ഭക്ഷണം തന്നെയാണ് നമ്മളുടെ മരുന്നും നമുക്ക് രോഗവും തരുന്നതെന്ന് പറയും, അല്ലെ? അതുപോലെ തന്നെ ഒരു ഓൾമോസ്റ്റ് അത് ശരി തന്നെയായിരിക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് പല അസുഖങ്ങളും കിട്ടുന്നുണ്ട്. നമ്മൾ ഭക്ഷണം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്താൽ നമ്മുടെ പല അസുഖങ്ങളുടെ എഫക്റ്റ് കുറയാറുണ്ട്. ഓക്കെ, അത് ഫുഡ്, ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്, ഇത് പറയുമ്പോൾ കുറെ കാര്യങ്ങൾ മനസ്സിലേക്ക് വരുന്നുണ്ടാവും, അല്ലെ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ പഠിച്ച സമയത്ത് ബാലൻസ്ഡ് ഡയറ്റിന്റെ ഒരു എന്തോ ചാർട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നോക്കട്ടെ, ഉണ്ടോന്നൊന്ന് നോക്കട്ടെ. ചാർട്ടിലായതുകൊണ്ട് അത് ആർക്കെങ്കിലും ഒക്കെ കൊടുത്തോന്നൊരു സംശയമുണ്ട്. നോക്കാം, നോക്കിയിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ കാണിക്കാം. ഗ്രോയിങ് ചൈൽഡ് റിക്വയർഡ് ഹെൽത്തി ഫുഡ് ഫോർ ദെയർ ഡെവലപ്മെന്റ്. കുട്ടികൾ വളരുവാനേ, പ്രായവർ പറഞ്ഞേക്കാം, വീട്ടില് കുട്ടികളുണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കുക, വളരുന്ന പ്രായമാണ്, അത് കൊടുക്കണം ഇത് കൊടുക്കണം എന്നൊക്കെ പറയും. മീൻ നല്ലതുപോലെ, ഇപ്പം നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ മീൻ നല്ലതുപോലെ കഴിക്കണം, വെജിറ്റേറിയൻസ് ആണെങ്കിൽ തൈര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറയും, പയറ് നല്ലതുപോലെ കൊടുക്കാൻ പറയും, അങ്ങനെ മുളപ്പിച്ചു കൊടുക്കാൻ പറയും. അങ്ങനെ ഇങ്ങനെയൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രായമായവർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ പറയുന്നത് നമുക്ക് കേൾക്കാം, അല്ലെ?
ഗ്രോയിങ് ചിൽഡ്രൻ റിക്വയർഡ് ഹെൽത്തി ഫുഡ് ഫോർ ദ പ്രോപ്പർ ഡെവലപ്മെന്റ്, അവരുടെ ഡെവലപ്മെന്റ്. ഈ ഡെവലപ്മെന്റ് എന്നുള്ള വാക്ക് നമ്മളുടെ ഈ ത്രൂ ഔട്ട് നമ്മളുടെ ഈ കോഴ്സിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ട് കാര്യങ്ങളാണ് ഗ്രോത്തും ഡെവലപ്മെന്റും. ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫിസിക്കൽ, അതായത് വളർച്ച എന്ന് പറയില്ലേ, ശാരീരിക വളർച്ച എന്ന് പറയില്ലേ, അതാണ് ഗ്രോത്ത്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി വികാസം. ഈ രണ്ട് വാക്കുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഒരു പടി മുകളിലാണ് ഡെവലപ്മെന്റ് എന്നുള്ളത്. ഇവിടെ ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ബുദ്ധി വികാസം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പ്രീ സ്കൂൾ ചിൽഡ്രൻ നീഡ് ടു ഗെറ്റ് ലോഡ്സ് ഓഫ് ന്യൂട്രിയൻസ്. ആ ഒരു ഏജിലാണ് അവരെങ്ങനെ ഡെവലപ്പ് ചെയ്യുക, അവരുടെ ബുദ്ധിയെല്ലാം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ലോഡ്സ് ഓഫ് ന്യൂട്രിയൻസ് അവരുടെ ഫുഡിലൂടെ തന്നെ അവർക്ക് കിട്ടണം. ആൻഡ് എനർജി ഫ്രം, നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില കുട്ടികളിൽ മുഖത്തൊക്കെ ചെറിയ പാടുകള് വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്നു, അല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി തന്നെ കാണാം. ചില കുട്ടികൾ ഇങ്ങനെ എല്ലാ ഭക്ഷണമൊന്നും കഴിക്കില്ല, ഭയങ്കര വാശി പിടിക്കും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഇമ്മ്യൂണിറ്റി ഇഷ്യൂസും അതുപോലെ തന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസി, ന്യൂട്രിയൻസിന്റെ അപര്യാപ്തത, കുറവ്, അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ടാവും. അയണിന്റെ കുറവ്, വിളർച്ച, അനീമിക് ആയി പോകുന്നു, അങ്ങനെയൊക്കെ. അപ്പൊ ഈ ഇവരുടെ ഗ്രോത്തിലും ഡെവലപ്മെന്റും സ്പീഡി ആയിട്ട് നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹെൽത്തി ഫുഡും ന്യൂട്രിയൻസും. ചെറിയ ശ്രമക്കായിരിക്കും, അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഫുഡ് കൊടുത്തോണ്ടിരിക്കുക. കുഞ്ഞു ബേബീസ് ആവുമ്പോ പറയില്ലേ, ആവശ്യത്തിന് പല പല സമയങ്ങളിലായിട്ട് കൊടുത്ത് അതിന്റെ വയറ് നിറയ്ക്കണം എന്നുള്ളത്. കാരണം ചെറിയ ശ്രമക്ക ഇവര് കഴിക്കും, ഒരു യൂറിൻ പാസ് ചെയ്യും, മോഷൻ പാസ് ചെയ്യാൻ അവരുടെ വയറങ്ങ് കാലിയാവും. കാരണം അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ കുഞ്ഞു ബേബി ആവുമ്പോൾ കൊടുക്കുന്നത്. ഓരോരോ ഏജ് കഴിയുന്നതോറും സെമി സോളിഡ്, അങ്ങനെ അങ്ങനെ കുറുക്ക് പോലുള്ളത്, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കഴിക്കുന്ന പോലെ ഇഡ്ഡലി, ചോറ്, അങ്ങനെയൊക്കെ കുറേശ്ശെ നമ്മൾ കൊടുക്കും. നമ്മളൊരു വലിയൊരു അഡൾട്ട് കഴിക്കുന്ന പോലെ ഒന്നും നമ്മൾ ഫുഡ് കൊടുക്കില്ല. അപ്പൊ ചെറിയ അളവിലായിരിക്കും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ചെറിയ അളവിൽ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഉറപ്പാക്കണം ന്യൂട്രിയൻസും എല്ലാം കുട്ടിയിലേക്ക് ചെല്ലുന്നുണ്ടെന്നത്. പയറുവർഗ്ഗങ്ങളായിട്ടും ചീര പോലത്തെ സാധനങ്ങളായിട്ടും തൈരായിട്ടും അങ്ങനെയൊക്കെ. ഒരാളിവിടെ റെഡിയാണോ മോണോ ആക്ട് റോൾ പ്ലേയിങ്? ഇന്നിപ്പോ നമുക്ക് സമയമില്ല, അടുത്ത ദിവസം ചെയ്യാം. അല്ലെങ്കിൽ നോക്കട്ടെ കേട്ടോ, ഏതെങ്കിലും ഒരു ടോപ്പിക് ഇന്ന് പെട്ടെന്ന് കഴിയുകയാണെങ്കിൽ 3 മിനിറ്റ് ഉള്ളെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ചെയ്യിക്കാം. ഞാൻ ഇന്നലെ ക്ലാസ് ഇല്ലാത്ത കാരണം പെട്ടെന്ന് തന്നെ ക്ലാസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോ എന്താ പറയാ, ഓരോ ഏജിനനുസരിച്ചും അതിന് വേണ്ടുന്ന ഭക്ഷണം അതിന് പ്രൊവൈഡ് ചെയ്ത് പോകണം. പാരന്റ്സും ടീച്ചേഴ്സും ഈ ഒരു കാര്യത്തിൽ നല്ലതുപോലെ ശ്രദ്ധിക്കണം. കുട്ടികൾ കറക്റ്റ് ഭക്ഷണം കഴിക്കുന്നുണ്ടോ, അവർ കഴിക്കുന്ന ഫുഡ് ന്യൂട്രിയൻസ് ഉള്ളതാണോ, അവരുടെ ഗ്രോത്തിനും അവരുടെ പവറിനും ആവശ്യമുള്ളതൊക്കെ തന്നെയാണോ കഴിക്കുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറെ പേരൊക്കെ ജങ്ക് ഫുഡ് റെഡി ആയിട്ടുള്ള കുറെ പേരുണ്ടല്ലേ മോണോ ആക്ടിന്. They should be given food which is wealthy in carbohydrates, proteins, minerals and vitamins. കാർബോഹൈഡ്രേറ്റ്സ് വേണം, പ്രോട്ടീൻസ് വേണം, അതുപോലെ തന്നെ മിനറൽസ് വേണം, വൈറ്റമിൻസ് വേണം. നമുക്ക് നമ്മളുടെ ഈ ഒരു PDF ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മളിത് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, മിനറൽസ് ആൻഡ് വൈറ്റമിൻസ്. ഈ കാർബോഹൈഡ്രേറ്റ്സിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ്സ് ഹെൽത്തിയും ആയിട്ട് അവൈലബിൾ ആണ്, അൺഹെൽത്തി ആയിട്ടും വരും. ഹെൽത്തി ആയിട്ടുള്ള കാർബ് റിച്ച് ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത്. പക്ഷെ നമ്മളൊരു ഏജ് എത്തുമ്പോൾ, കുട്ടികളുടെ കാര്യമില്ല, ഒരു അഡൾട്ട് ഒരു മധ്യവയസ്സൊക്കെ ആകുമ്പോൾ, ഒരു മിഡിൽ ഏജ് ഒക്കെ ആകുമ്പോഴേക്കും കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് ഫൈബർ റിച്ച് കണ്ടന്റ് ഉള്ള ഫുഡ് എടുക്കാൻ പറയും. കാരണം ഡയബറ്റിക്സ് എന്നുള്ളൊരു പ്രശ്നം ആളുകളിൽ ഒരു മിഡിൽ ഏജ് ഒക്കെ ആകുമ്പോഴേക്കും തുടങ്ങും. അപ്പൊ കാർബ് കുറച്ച് ഫൈബർ കൂട്ടാനായിട്ടായിരിക്കും ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ വഴിയിലൊക്കെ ഭയങ്കര കട്ടിയുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലേ, അവർ പെട്ടെന്ന് ക്ഷീണിക്കും. അങ്ങനെയുള്ളവര് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണമാണ് ഏറ്റവും കൂടുതൽ. എന്ന് വെച്ചാൽ വെയിലത്ത് നിന്ന് പണിയെടുക്കുമ്പോൾ ഇവരുടെ ഗ്ലൂക്കോസ് ലെവൽ അങ്ങ് താഴും, ഇവർ ഭയങ്കരമായിട്ട് ടയേർഡ് ആവുമ്പോൾ ഇവരിലേക്ക് ഗ്ലൂക്കോസ് അധികം എത്തണമെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഫുഡാണ് കഴിക്കേണ്ടത്. കുട്ടികൾ സ്പോർട്സ് ഒക്കെ നടത്തുമ്പോൾ കുട്ടികൾ ഓട്ടവും ചാട്ടവും അങ്ങനെ കുറെ ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുമല്ലോ. ഇവരങ്ങ് ടയേർഡ് ആവുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഡയറക്റ്റ് അവർക്ക് ഗ്ലൂക്കോസ് കിട്ടാനായിട്ട് ടീച്ചർമാരെല്ലാം ഗ്ലൂക്കോസിന്റെ പാക്കറ്റുമായിട്ട് റെഡി ആയിട്ട് നിൽക്കണ്ടാവും. നിറയെ വെള്ളവും കരുതിയിട്ടുണ്ടാവും, ഗ്ലൂക്കോസ് പൊടിയും കരുതിയിട്ടുണ്ടാവും. അപ്പൊ അതാണ് കാർബോഹൈഡ്രേറ്റ്സിന്റെ റോള് ആ സമയത്താണ് വരുന്നത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് കാർബോഹൈഡ്രേറ്റ്സിനെ ഹെൽത്തി ഇതിലും
അൺഹെൽത്തിയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നമ്മൾക്ക് കാർബോഹൈഡ്രേറ്റ്സ് കിട്ടുന്ന ഫുഡ് ഐറ്റംസ് ബ്രെഡ്, ബീൻസ്, മിൽക്ക്, പോപ്കോൺ, പൊട്ടറ്റോസ്, കുക്കീസ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, കോൺ, ചെറി അങ്ങനെയുള്ളതിലൊക്കെ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാവും. കാർബോഹൈഡ്രേറ്റ്സ് കണ്ടന്റ് വരുന്ന അത് പറയാം റൈസ്, വീറ്റ്, പിന്നെ ഷുഗർ, അതിലെല്ലാം കാർബോഹൈഡ്രേറ്റ്സ് നല്ലപോലെ ഉണ്ട്. അത് ആണ് കാർബോഹൈഡ്രേറ്റ്സിന്റെ കാര്യം പറഞ്ഞത്. പിന്നെ ജസ്റ്റ് ഒന്ന് ഓവറോൾ പറയുവാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് പഠിക്കും കേട്ടോ. പിന്നെ പറഞ്ഞത് എന്താ പ്രോട്ടീൻസ് ആയിരുന്നു. ഓക്കെ, പ്രോട്ടീൻ എന്താ പയറുവർഗ്ഗങ്ങളിൽ പ്രോട്ടീൻസ് നല്ലതുപോലെ ഉണ്ട്. പയറുവർഗ്ഗങ്ങളുണ്ട്, മുട്ടയുടെ വൈറ്റ് അല്ലെ, വൈറ്റ് ആ ഒരു പോർഷനിൽ പ്രോട്ടീൻ. മുട്ട കഴിക്കാത്തവരാണെങ്കിൽ കൂടുതൽ അവരുടെ എന്താ പറയാ ഡയറ്റില് വർഗ്ഗങ്ങൾ, പയറ്, പരിപ്പ് അങ്ങനെയുള്ളതൊക്കെ കൂട്ടുക. പൾസസ്, യെസ്. ഡയറി പ്രോഡക്ട്സ്, മിൽക്ക്, യോഗർട്ട്, ചീസ്, നട്ട്സ്, സീഡ്സ് അങ്ങനെ കുറെ കാര്യങ്ങൾ. ഈ യോഗർട്ടും കേർഡും തമ്മിലുള്ള വ്യത്യാസം എന്താ? തൈരും നമ്മൾ സാധാരണ വീടുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന തൈരും യോഗർട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? തൈര് നമ്മൾ എന്താ ചെയ്യുന്നത്? പാല് കാച്ചി തണുത്തതിന് ശേഷം അതിന് നമ്മൾ ഒരു സ്പൂൺ നേരത്തെ വീട്ടിലുള്ള തൈര് ചേർത്ത് അതിനെ പുളിപ്പിച്ച് തൈരാക്കി എടുക്കുന്നു അല്ലെ? അവിടെ ഒരു ബാക്ടീരിയയുടെ ആക്ഷന് നടക്കുന്നത്. യോഗർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് പ്രൊഫഷണലി ചെയ്യേണ്ടതാ. 2 ബാക്ടീരിയയുടെ ആക്ഷൻ നടത്തുന്നതാണ് യോഗർട്ട്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവരൊക്കെ യോഗർട്ട് പതിവായി കഴിക്കുന്നത് നല്ലതാന്ന് പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം യോഗർട്ട്. പ്ലെയിൻ യോഗർട്ട് കേട്ടോ. ഫ്രൂട്ട് യോഗർട്ട് എന്നൊക്കെ പറഞ്ഞ് കിട്ടുമല്ലോ, ഫ്രൂട്ടിന്റെ ഫ്ലേവർ ഒക്കെ ഉള്ളത്. അതിനോട് താല്പര്യമില്ല. പ്ലെയിൻ യോഗർട്ട്. എനിക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ഒരാളാണ്, അപ്പം ഞാൻ യോഗർട്ട് സ്ഥിരമായിട്ട് തന്നെ കഴിക്കും. പിന്നെ പ്രീബയോട്ടിക് ആയിട്ടുള്ള കേർഡ് അതും എനിക്കിഷ്ടം. ഇത് രണ്ടും വാങ്ങിക്കാനേ പറ്റുള്ളൂ, വാങ്ങിച്ച് കഴിക്കാറുണ്ട്. പിന്നെ അപ്പോൾ പ്രോട്ടീൻസ് നമ്മൾ ഇതുപോലെ പറഞ്ഞു. മിൽക്ക്, യോഗർട്ട്, ഡയറി പ്രോഡക്ട്സ് എല്ലാം തന്നെ, ചീസ്, നട്ട്സ്, സീഡ്സ്, അതായത് കാഷ്യൂ നട്ട് വരാം, ആൽമണ്ട്സ് വരാം, പിന്നെ സീഡ്സ്, ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ് എന്നൊക്കെ കുറെ സീഡ്സ് ഇപ്പൊ അവൈലബിൾ അല്ലേ. എന്താ പിന്നെ ഒരു ജപ്പാൻകാർ യൂസ് ചെയ്യുന്ന ഒരു സീഡ് ഉണ്ടല്ലോ, തിനേരി പോലെ ഇരിക്കുന്ന ക്വിനോവ, അതെല്ലാം സീഡ്സും നട്ട്സും എല്ലാം ഇതിന് വാൽനട്ട്, അങ്ങനെ കുറെ ഹേസൽനട്ട്, കാഷ്യൂ, പംകിൻ സീഡ്, ഇതിലെല്ലാം പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലായിരിക്കും. ഇപ്പൊ വെജിറ്റേറിയൻസും നോൺ വെജിറ്റേറിയനും അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഏതാണോ സ്വീകരിക്കേണ്ടത്. ഈ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും അല്ലാണ്ട് വേറൊരു കാറ്റഗറി ഉണ്ട്, വീഗൻസ് എന്ന് പറഞ്ഞിട്ട്. കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഇതിന് കഴിക്കാറുണ്ട് വെയിറ്റ് ലോസിന്. ഓക്കെ. എന്താ നമ്മുടെ ആക്ട്രസ് പാർവതി ഇല്ലേ, പാർവതി തിരുവോത്ത് എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ജനറേഷനിലെ പാർവതി. ആ പാർവതി ഒരു വീഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെജിറ്റേറിയൻ ആണ്. പക്ഷെ അനിമൽസിനെ ഹാം ചെയ്യുന്ന രീതിയിൽ കിട്ടുന്നതൊന്നും അവർ കഴിക്കില്ല. ലൈക്ക് പാല്, ഡയറി പ്രോഡക്ട്സ്, പാല്, തൈര്, അതൊക്കെ അനിമലിൽ നിന്ന് കിട്ടുന്നതാണല്ലോ. അത് വെച്ചില്ല. അപ്പൊ അതുകൊണ്ട് അതൊന്നും അവർ കഴിക്കില്ല. പിന്നെ അവർ യൂസ് ചെയ്യുന്ന ചെരുപ്പ്, ബാഗ് എല്ലാം അനിമൽ സ്കിൻ കൊണ്ടുള്ളതൊന്നും ആയിരിക്കരുതെന്നൊക്കെ അവർക്ക് നിർബന്ധമുണ്ട്. അപ്പൊ വീഗൻസിന്റെ അടുത്ത് ഡോക്ടേഴ്സ് എപ്പോഴും പറയും സപ്ലിമെന്റ്സ് എടുക്കാൻ, വൈറ്റമിൻ, ബി-കോം. കാരണം അവർക്ക് അത് വളരെ ലെസ് ആയിരിക്കും. കാരണം അവർ ഡയറി പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നില്ല, അനിമലിനെ ഹാം ചെയ്യുന്ന രീതിയിൽ ഒന്നും അവരൊന്നും ചെയ്യില്ല. അപ്പൊ പ്യുവർ വെജിറ്റേറിയനും ആണ്. മിൽക്ക്, കേർഡ്, യോഗർട്ട് ഒന്നും യൂസ് ചെയ്യില്ല. സോ അവർക്ക് ഡെഫിഷ്യൻസി കൂടുതലായിരിക്കും. അതുകൊണ്ട് അവരോട് സപ്ലിമെന്റ്സ് എടുക്കണമെന്ന് ഡോക്ടേഴ്സ് പറയാറുണ്ട്. ജസ്റ്റ് അതൊന്ന് സൂചിപ്പിച്ചേ ഉള്ളൂ. യെസ്, ഓൺലി പ്ലാൻ പ്രോഡക്ട്സ് ആണ് അവർ എടുക്കുന്നത്. അവർ യൂസ് ചെയ്യുന്ന ആക്സസറീസ്, ബാഗ്, ചെരുപ്പ് ഒക്കെ ഇതിലും അത് ശ്രദ്ധിക്കണതാണ്. പിന്നെ മിനറൽസ് എന്ന് പറഞ്ഞാൽ മീറ്റ്, ഫിഷ്, മിൽക്ക്, അതുപോലെ നട്ട്, അതിലൊക്കെ പിന്നെ വെജിറ്റബിൾസ്, ഡ്രൈ ഫ്രൂട്ട്സ്, ഇതിലൊക്കെ ധാരാളം മിനറൽസ് ഉണ്ട്. പിന്നെ വൈറ്റമിൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വൈറ്റമിൻസ് അത് 13 തരം വൈറ്റമിൻസ് ഉണ്ട്. നമുക്ക് 13 വൈറ്റമിൻസ് ഉണ്ട്. അതിനെ തന്നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഫാറ്റ് സോളുബിളും വാട്ടർ സോളുബിളും. ഫാറ്റ് സോളുബിൾ 4 എണ്ണമാണ്, വാട്ടർ സോളുബിൾ 9 എണ്ണമാണ്. അങ്ങനെ 13 വൈറ്റമിൻസ് ആണ് ടോട്ടൽ ഉള്ളത്. ഇതൊന്നും നിങ്ങളുടെ PDF ഇല്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഒന്നുകൂടെ പറയും, നോട്ട് ചെയ്തോളൂ. ഇപ്പൊ ഒന്ന് കേട്ടാലും മതി. 4 ഫാറ്റ് സോളുബിൾ ആണ്. വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ ആൻഡ് വൈറ്റമിൻ കെ. യെസ്, 5 കറക്റ്റ്. A, D, E and K.
പിന്നെ 9 വാട്ടർ സോളുബിൾസ്, 9 വാട്ടർ സോളുബിൾ ആണ്. അതില് ബി വൈറ്റമിൻസ് 8 എണ്ണം, 8 ബി വൈറ്റമിൻസും വൈറ്റമിൻ സിയും. ബി വൈറ്റമിൻസ് പറഞ്ഞാൽ B1, B2, B3, B5, B6, B7, B9, B12 8 പ്ലസ് അതിന്റെ കൂടെ വൈറ്റമിൻ സി, അതും കൂടെ വരുമ്പോൾ 9 വാട്ടർ സോളുബിൾ വൈറ്റമിൻസ് കൂടെ വരും. ഇത്രയും കാര്യങ്ങൾ ഞാനൊന്ന് ബ്രീഫ് ചെയ്തു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസും മിനറൽസും വൈറ്റമിൻസും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ഒരു നോട്ട് സൈഡിൽ തയ്യാറാക്കി വെച്ചോളൂ. പറയുന്നത് അങ്ങനെ നോട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡേറ്റാബേസ് അതിന്റെ കിട്ടും. പിന്നെ ഇവിടെ അടുത്തുള്ള അംഗൻവാടി ടീച്ചറുടെ വാട്സാപ്പ് സ്റ്റാറ്റസിൽ നിന്ന് ഞാൻ വൈറ്റമിനെ കുറിച്ച് കുറച്ച് ചാർട്ട് പോലെ കിട്ടിയിരുന്നു. അത് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം. അതും കൂടെ ഒന്ന് നോക്കി അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും നമുക്കൊരു ഐഡിയ കിട്ടും. ഇവിടെ തന്നെ കുറെ ഇൻഫർമേഷൻസ് മെസ്സേജ് വന്നു. എല്ലാമൊക്കെ ഞാൻ വായിച്ചോന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ. നമുക്കത് നോക്കാം. അപ്പം ഇതെല്ലാം നമ്മൾക്ക് നമ്മുടെ ഫുഡ് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇത് കുറെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇത് മൂലം ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി കാരണം നമുക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കും. ചുമ്മാ പഠിക്കല് മാത്രമല്ല, നമ്മളുടെ ഫാമിലിയില് റിലേറ്റീവ്സിലേക്ക് എല്ലാം നമ്മളത് അപ്ലൈ ചെയ്യും അല്ലെ, ശ്രദ്ധിക്കും. അതാണ് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് തുടങ്ങി നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, ഫൈൻ. നല്ല ചിരിയാണല്ലോ. ഓക്കെ, മൈൻഡ് അപ്പ് ചെയ്തോട്ടെ. സൗമ്യ ക്ലിയർ ആയോ? സൗമ്യക്ക് ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ട് മാഡം. പിന്നെ ആ ഗ്രൂപ്പിൽ ഒന്ന് ഫോൺ എന്നെ കൂടെ ആഡ് ചെയ്യാൻ പറയണേ. ഫോൺ നമ്പർ എഴുതാൻ പറ്റിയില്ലായിരുന്നു, പെട്ടെന്ന് അങ്ങ് പോയത് കൊണ്ട്. താങ്ക് യു മാം. മാം പിന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ജോയിനിങ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ മെസ്സേജസിൽ ആ മെസ്സേജ് അത് മുകളിലേക്ക് പോയി പിൻ ചെയ്തിരുന്നെങ്കിൽ അത് പെട്ടെന്ന് കിട്ടിയേനെ. അതിനകത്ത് പിൻ ചെയ്യാനുള്ള ഓപ്ഷൻ, അത് മെസ്സേജ് ആയിട്ട് ആൾക്ക് മാത്രം. മാം മൺഡേ 8 മണിക്ക് തന്നെയാണോ ക്ലാസ്? മൺഡേ 8 തന്നെയാണ്. മറ്റൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. എന്നാലും നിങ്ങൾ ക്ലാസ് റൂമിൽ വരുന്ന മെസ്സേജുകളൊന്നും ശ്രദ്ധിച്ചേക്കും. ഉച്ചയ്ക്കുള്ളിൽ തന്നെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ വരും. ആണ് അടുത്ത ക്ലാസ്സിൽ പ്രേയർസോ. ഓക്കെ, ഓർത്തോളൂ കേട്ടോ. താങ്ക് യു മാം. നമുക്ക് റോളിംഗ് ആക്ടിവിറ്റി അടുത്ത് ചെയ്യാം. ഓക്കെ, ബൈ. ആക്ടിവിറ്റി അല്ല, അനിമൽ ബുക്കിന്റെ കാര്യം പറഞ്ഞില്ലേ? റെക്കോർഡ് ബുക്ക് ആണോ? അസൈൻമെന്റ് ബുക്ക്, നോട്ട്ബുക്ക്. സാധാരണ നോട്ട്ബുക്കോ വീട്ടിൽ പഴയ ഡയറി കിടക്കുന്നുണ്ടെങ്കിൽ അതായാലും മതി. ഇനി പേപ്പറിൽ എഴുതാനാ താല്പര്യമെങ്കിൽ അത്. പക്ഷെ പേപ്പറിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല പോലെ ഫയൽ ചെയ്ത് വെക്കണം. പേപ്പർ മിസ്സാകരുത്. അതിനുവേണ്ടി ഒത്തിരി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നമ്മളുടെ വീട്ടിൽ കുട്ടികളുണ്ട്, അവരുടെ കഴിഞ്ഞ വർഷത്തെ ബുക്കില് കുറെ പേപ്പർ ബാക്കിയുണ്ടെങ്കിൽ അതെല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് പിൻ ചെയ്തോ നമ്മൾ തന്നെ തന്നെത്താനൊന്ന് ബൈൻഡ് ചെയ്ത് അങ്ങനെ അറിയാമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താലും മതി. അല്ലെങ്കിൽ പഴയ ഡയറി, ആരെങ്കിലൊക്കെ ഡയറി തരുവാണെങ്കിൽ ഇനഫ്. ലെഫ്റ്റ് ആയിക്കോളൂ അമ്മു. നിങ്ങളാരും പോവാത്തോണ്ടാ ഞാൻ പോവാണ്ട് ഇവിടെ ഇരിക്കാം. മാം, ഞാൻ നേരത്തെ ചോദിച്ച കാര്യത്തിന്റെ റിപ്ലൈ പറഞ്ഞപ്പം എനിക്ക് കേൾക്കാൻ വയ്യായിരുന്നു. എന്തായിരുന്നു ശ്രുതി? അപ്പൊ ഞാനത് മറ്റേ PDF കിടക്കുന്നത്. അപ്പം അത് ഓർഡർ തെറ്റിയാണോ കിടക്കുന്നത് എന്നുള്ളത്? ഓർഡർ തെറ്റി. പക്ഷെ ഓർഡർ തെറ്റിയാണെങ്കിൽ നമ്മുടെ പാർട്ട് 1 8 യൂണിറ്റ്സ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഇവരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഡിസോർഡർ ആയിട്ടാണ്, പക്ഷെ എല്ലാം ഉണ്ടെന്ന് പറയണ്ടായിരുന്നു. എല്ലാം ഉണ്ട്. അപ്പം അത് 1 കഴിഞ്ഞിട്ട് പെട്ടെന്ന് 8 ആണ് കണ്ടത്. അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിട്ട് ചോദിച്ചോന്നേ ഉള്ളൂ. 1 കഴിഞ്ഞു, 2 നമ്മുടെ കഴിഞ്ഞു, 3rd ആണ് ഇപ്പൊ എടുക്കുന്നത്, ഓർഡറിൽ എടുക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോ 2 വേറെ ടീച്ചർമാരും കൂടെ വരും. അങ്ങനെ വരുമ്പോൾ മാത്രം ചാപ്റ്റർ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഓക്കെ മാം. ഞാൻ ആദ്യമായിട്ട് ഡൗട്ട് ചോദിക്കുന്നത് മാം,
എന്തോ എനിക്ക് ക്ലിയർ ആയില്ല. എന്റെ നമ്പർ ഇല്ല, എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാമോ നാളെയോ എപ്പോഴെങ്കിലും? ഓക്കെ, എന്നാല് ലീവ് ആയിക്കോട്ടെ. ബൈ. ഒരു മൂവി പ്ലാൻ ഉണ്ട്, അതുകൊണ്ടാ. ബൈ മാം. ബൈ മാം. ബൈ മാം. ഗുഡ് നൈറ്റ് മാം. ഗുഡ് നൈറ്റ്.